ഈ സമാനമായൊരു വിഷയം ഇത് ആദ്യമായിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. ഇതിന് മുന്നേയും ഒരു വിഷയം ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി നമുക്കിതിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ഘട്ടം, അല്ലെങ്കിൽ ഒരു മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയും അതോടൊപ്പം മുസ്ലിം സമുദായവും ഇതിനകത്ത് വീണ്ടും ഇതുപോലെ ക്രൂശിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ വേറെയും വരുന്നത് കാണുമ്പോൾ എന്തുകൊണ്ടാണ് അത് എടുത്ത് പറയേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് വിശദീകരിക്കേണ്ടി വരികയാണ്. കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുന്നേ മറ്റൊരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് കുട്ടി ജനിച്ചു, പക്ഷെ കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത. അപ്പോൾ അത് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് എന്തുകൊണ്ട് ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്നത് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ പ്രസവം വീട്ടിൽ നടന്നൊരു പ്രസവമാണ്. അത് ആരെ അറിയിച്ചിട്ടില്ല എന്നുള്ളതൊരു വലിയ വിഷയം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ആരെ അറിയിക്കാതെ പൂച്ച പെറ്റിട്ട് പോകുന്ന പോലെ ഒരു പരിപാടി ഒപ്പിക്കാൻ നോക്കിയപ്പോൾ അത് സർക്കാർ അതിന് യോജിക്കുന്ന രീതിയിൽ നിന്നില്ല. അവർ ഈ സംഭവം ജനന സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്നതിന് ഒരു തടസ്സം അവിടെ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ അത് വലിയ വാർത്തയാക്കുന്നു. അങ്ങനെ ഇവർക്ക് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇവർ വീട്ടിൽ പ്രസവിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരെ ഫോണിൽ വിളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചു. അപ്പോൾ നമ്പർ കിട്ടിയത് ഈ ഭർത്താവിൻ്റെയാണ്. പുള്ളിയെ വിളിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഇവരെ ഏത് രീതിയിലാണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചെറിയ ധാരണയൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത് ഇവർ ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റാതെ ആയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാമെന്നുള്ളൊരു ധാരണ. പക്ഷേ എന്തായാലും വിളിച്ചു കഴിഞ്ഞപ്പോൾ കാര്യം പിടികിട്ടി. ഇവർ ഒരു കപടശാസ്ത്രത്തിൽ അതിൻ്റെ വക്താക്കളാണ്. അക്യുപങ്ചർ എന്ന് പറയുന്ന ഒരു തട്ടുപൊളിപ്പൻ സാധനം, അല്ലെങ്കിൽ ഒരു കപടശാസ്ത്രം എന്ന് വിളിക്കാവുന്ന ഒരു സാധനം, ആ സാധനത്തിൻ്റെ വക്താക്കളാണ്. അപ്പോൾ അതിലൂടെ ചില ബിരുദം ഒക്കെ എടുത്തിട്ടുള്ള ആളുകൾ എന്ന് പറയപ്പെടുന്നു. അവർ സ്വയം അവരെ പ്രാക്ടീഷണേഴ്സ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ അവരുടെ ചില അബദ്ധധാരണകൾ അതിൻ്റെ പുറത്ത് എടുത്തിട്ടുള്ളൊരു തീരുമാനമാണ് ഈ പറയുന്ന സംഗതി. അപ്പോഴും എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇത് ഹസ്ബൻഡ് അടിച്ചേൽപ്പിച്ചതാവുള്ളൂ. കാരണം ഇതിന് മുന്നേ വേറൊരു വിഷയം ഉണ്ടായിരുന്നു. അതിൽ ഹസ്ബൻഡായിരുന്നു ഇത് അടിച്ചേൽപ്പിച്ചത്. ആ യുവതി മരിക്കുന്നൊരവസ്ഥയുണ്ടായി. കുട്ടി മരണപ്പെട്ടു എന്നാണ് എൻ്റെ ഓർമ്മ, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്തായാലും വളരെയധികം ശരീരഭാരമൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീയെ വീടിൻ്റെ 2ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ഇറക്കാൻ വേണ്ടി വലിയ കഷ്ടപ്പാടൊക്കെ ഉണ്ടായതിനെക്കുറിച്ചൊക്കെ വാർത്ത നമ്മളിവിടെ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിഷയം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നമ്മൾ കണ്ടത് ഭർത്താവ് ഇത് അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ അതുകൂടാതെ അവരുടെ ആ നാട്ടിൽ അയൽവാസി അല്ലെങ്കിൽ അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരാളെ നമുക്ക് ഫോണിൽ ലഭിക്കുകയും അവർ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ നമുക്ക് തന്നപ്പോൾ നമുക്ക് മനസ്സിലായത്, അവരിലൂടെ നമുക്ക് മനസ്സിലായി അത് തെക്കൻ ജില്ലയിലുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. അവർ നമ്മളോട് പറഞ്ഞത് ഇത് ആ ഹസ്ബൻഡ് ഇതിലൊരു തീവ്രവാദ സ്വഭാവം കാണിച്ചിരുന്നു എന്നതാണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതുപോലെ ആയിരിക്കും ഇത് എന്നുള്ളൊരു ധാരണ വീണ്ടും. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഈ ഫോൺ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് നമ്മളുടെ ഭാര്യ, അതായത് ഇന്നിപ്പോൾ ലോട്ടറി എടുത്ത് ജീവനോടെ ഇരിക്കുന്ന ഈ ഉമ്മ തന്നെ നേരിട്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്കവിടെ മനസ്സിലാവുകയാണ് ഈ മാടമ്പള്ളിയിലെ യഥാർത്ഥ രോഗി എന്ന് പറയുന്നത് അത് ഈ ഭർത്താവല്ല, ഈ ഉമ്മ തന്നെയാണ് എന്നുള്ളത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിട്ട് മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൂടാതെ അവർ വല്ലാതെ വാചാലയാകുന്ന ഒരു കാഴ്ച, നമ്മൾ നാഗവള്ളി ചിലങ്കയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നാഗവള്ളിയായിട്ട് മാറുന്നൊരു കാഴ്ചയുണ്ട്. ഗംഗ പെട്ടെന്ന് നാഗവള്ളിയാവുന്നൊരു കാഴ്ച പോലെ നമുക്ക് ഫീൽ ചെയ്തു. അവർ വല്ലാതെ അങ്ങ് അതിനകത്ത് ആകർഷിക്കപ്പെടുകയും അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു ചെന്നുകൊണ്ട് പരിസരമൊക്കെ മറന്നങ്ങ് സംസാരിക്കുന്ന രീതിയിലേക്കൊക്കെ പോകുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. അപ്പോൾ നമുക്ക് പിന്നെ അവരോട് ഈ എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് പറഞ്ഞ് പഠിപ്പിക്കലൊന്നും എളുപ്പമല്ല. കാരണം എന്താണ്, കപടശാസ്ത്രത്തിൻ്റെ വക്താക്കൾ അങ്ങനെയായിരുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഹോമിയോ സുഹൃത്തുക്കളോടൊക്കെ വളരെ എളുപ്പം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം സലാമത്താക്കൽ എളുപ്പമായിരുന്നു. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കൽ എളുപ്പമല്ല, അവരോട് തർക്കിക്കലും എളുപ്പമല്ല. ചില സംഭാഷണം നടത്തുക, കാര്യം അവിടെ അവസാനിപ്പിക്കുക, അവരുടെ ആ ഒരു പൊള്ളത്തരം അത് നാട്ടുകാരുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതവിടെ സാധിച്ചു. പക്ഷെ അപ്പോഴും ഞാൻ ആ വീഡിയോ അന്ന് പബ്ലിഷ് ചെയ്തില്ല. നമ്മൾ വെയിറ്റ് ചെയ്തു, കാരണം ഇത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. വീണ്ടും ഇതേപോലെ സംഭവിക്കും, അമ്മ മരണപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടി മരണപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. ഏതെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ നമ്മൾ ഈ വീഡിയോ റിലീസ് ചെയ്യും. ഇതാണ് അന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചത്. അന്ന് അത് ചെയ്തു. അന്ന് ആ പത്രത്തിൻ്റെ ഒരാളാണ് നമുക്ക് നമ്പർ തന്നത്. അദ്ദേഹത്തോട് ഞാനപ്പോൾ അത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്നലെ നമ്മളത് റിലീസ് ചെയ്തു. കാരണം ഒരു അമ്മ മരണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഒരു ലോട്ടറി അല്ല. അതിനകത്ത് കൃത്യമായ കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ പ്രോബബിലിറ്റി, ഇത് വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കി വിലയിരുത്തി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ
ചെയ്യുന്ന ആ രീതിയെ മനസ്സിലാക്കാതെ, അതിൻ്റെ ആ ഒരു അപ്രോച്ച് പിടികിട്ടാതെ, ഇതിൽ നമ്മളുടെ കപട ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ധാരണകൾ, അതല്ലെങ്കിൽ അപ്പീൽ ടു ട്രഡീഷൻ, അപ്പീൽ ടു ടൈം, അപ്പീൽ ടു പോപ്പുലേഷൻ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചില വൈകല്യങ്ങൾ, ന്യായ വൈകല്യങ്ങൾ, അല്ലെങ്കിൽ കോഗ്നേറ്റീവ് ബയസുകൾ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു. ഇതാർക്കും സംഭവിക്കാം, അത് മുസ്ലിങ്ങൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പം അങ്ങനെ ചില സംഭവങ്ങളാണ് അവിടെ സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് നമ്മളവിടെ പറഞ്ഞു വെക്കുന്നു. എന്തായാലും അതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ അമ്മ മരിച്ചു പോയതുകൊണ്ടാണ്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ കോളിൽ ഈ സ്ത്രീ എങ്ങനെയാണോ നമ്മളോട് തർക്കിച്ചത്, ഇതിനേക്കാൾ ഉച്ചത്തിലും ഇതിനേക്കാൾ നാഗവള്ളിയായി മാറിക്കൊണ്ട്, വലിയ നാഗവള്ളിയായി മാറിക്കൊണ്ട് നമ്മളോട് സംസാരിക്കാൻ ഇവർ വരുമായിരുന്നു. പക്ഷെ നമ്മളിവിടെ ഇന്നത്തെ കുഴക്കുന്ന ചോദ്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു അവാർഡ് ദാന ചടങ്ങൊക്കെ ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം അവാർഡ് ദാനം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഈ മുഹമ്മദ് അൽത്താഫ് എന്ന് പറയുന്ന ഒരാളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇതിൽ കിടപ്പുണ്ട്. അതിൽ വീട്ടിൽ പ്രസവിച്ച സഹോദരിമാരെ ആദരിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. അതിൻ്റെ ആ വീഡിയോയുടെ പിന്നിലുള്ള അറബി മൂളിച്ച നമുക്ക് കോപ്പിറൈറ്റ് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് നമുക്ക് നമ്മളെ സ്വന്തം അറബി മൂളിച്ചുള്ളപ്പോൾ അതിട്ടിട്ട് നമുക്ക് പ്ലേ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ തൽക്കാലം ഈ അറബി മൂളിച്ച പിടി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മനസ്സിലേക്ക് ഓർമ്മ ഒന്ന് പുതുക്കുക. ഇതിലെന്താ നിങ്ങൾ കാണുന്നത്? സ്റ്റേജ്, നോട്ട് ദ പോയിന്റ്, യുവർ ഓണർ. സ്റ്റേജാണ്. സ്റ്റേജിലേക്ക് വിളിച്ചു കയറ്റുന്നത് ഒരു പുരുഷനാണ്. ഓക്കെ, പുരുഷൻ സ്റ്റേജിലേക്ക് വിളിച്ചു കയറ്റുന്നു. ആരെയാണ് വിളിച്ചു കയറ്റുന്നത്? അത് സ്ത്രീകളെയാണ് വിളിച്ചു കയറ്റുന്നത്. വെറും സ്ത്രീകളെയാണോ? അല്ല, സ്ത്രീകളുടെ കയ്യിൽ കുട്ടികളും ഉണ്ട്. അപ്പോൾ പെൺകുട്ടികൾ വരെയുള്ള സ്ത്രീകൾ, അവരെയാണ് സ്റ്റേജിലേക്ക് വിളിച്ചു കയറ്റിയിട്ട് ഇതേപോലെ അവാർഡ് കൊടുക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഒരു തരത്തിൽ നോക്കിയാൽ കേരളത്തിൻ്റെ മണ്ണിൽ ഇതൊരു വലിയൊരു നവോത്ഥാനത്തിൻ്റെ ഒരു ചൂടും ചൂരും ഒക്കെ നമുക്ക് സമ്മാനിച്ച ഒരു ചിത്രമാണ്, അല്ലെങ്കിൽ ഒരു അവാർഡ് ദാന ചടങ്ങാണ് നമുക്ക് പറയാം. കാരണം ഇതിനു മുന്നേ മറ്റൊരു അവാർഡ് ദാന ചടങ്ങ് നടത്തിയപ്പോൾ അത് വലിയ പ്രശ്നമായതാണ്. എന്തായിരുന്നു അത് 10ാം ക്ലാസ് പാസ്സായപ്പോൾ ഒരു പെൺകുട്ടിക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ബാപ്പയാണെന്ന് തോന്നുന്നു, അല്ല മഹൽ കമ്മിറ്റിയിൽ ആരോ ആണെന്ന് തോന്നുന്നു, വിളിച്ചപ്പോൾ കുട്ടി കയറി വന്നപ്പോൾ അത് വലിയ പ്രശ്നമായി. അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു, പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വിളിക്കാൻ പാടുണ്ടോ, കുട്ടികളുടെ രക്ഷിതാക്കളെയല്ലേ വിളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ കേട്ടാണ്. അപ്പോൾ ഏതായാലും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു നവോത്ഥാനത്തിൻ്റെ ആ ഒരു ചുടുകാറ്റാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാഴ്ച അതിവിടെ നമുക്ക് കാണാനിടയാകുന്നു. സ്ത്രീകൾ അരങ്ങ് തകർക്കുന്ന കാഴ്ച. ഇവരുടെ നേട്ടം എന്താണെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വല്ല എയറോസ്പേസ് സ്റ്റേഷനിലേക്ക് വല്ലതും പോയതോ, അല്ലെങ്കിൽ വല്ല വിമാനം ഇടിച്ച് കയറ്റിയതോ, അതല്ലെങ്കിൽ മറ്റേ പുട്ടുണ്ടാക്കിയതോ ഉന്നക്കായ ഉണ്ടാക്കിയതിൻ്റെ ഒന്നുമല്ല. ഇത് പ്രസവിച്ചതിൻ്റെയാണ്. അതും വീട്ടിൽ പ്രസവിച്ചു എന്നുള്ളതിൻ്റെ ആ ഒരു അവാർഡ് ദാനമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഏതായാലും നമ്മളുടെ ഇപ്പോൾ മരണപ്പെട്ട, അവാർഡ് വാങ്ങാൻ കഷ്ടപ്പെട്ട് വലിയ തോതിൽ ബുദ്ധിമുട്ടി വീട്ടിൽ പ്രസവിച്ച്, പക്ഷേ നിർഭാഗ്യം എന്ന് പറഞ്ഞൊരു സാധനമില്ലല്ലോ, അള്ളാഹു പെട്ടെന്ന് വിളിച്ചതുകൊണ്ട് അവിടെ അവാർഡിന് കാത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. അതിന് മുന്നേ തന്നെ പെട്ടെന്ന് തന്നെ സ്വർഗത്തിലേക്ക് പോകേണ്ടി വന്ന ഒരു മുസ്ലിം വനിത. ആ മുസ്ലിം വനിത അവരിനി എങ്ങനെ അവാർഡ് വാങ്ങും എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. അപ്പോൾ ഇന്നെയാണ് ഞാൻ ആലോചിച്ചത്, അതിന് ഇസ്ലാമിൽ തന്നെ വഴിയുണ്ടല്ലോ എന്നുള്ളത്. ആ കുട്ടിയുടെ ഉപ്പം ജീവനോടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ ആരെങ്കിലും ജീവനോടെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വന്നിട്ട് ഇതേപോലെ അവാർഡ് വാങ്ങാവുന്നതാണ്. പക്ഷേ അപ്പോഴൊരു കുഴപ്പമുണ്ട്. അടുത്ത തവണ അവാർഡ് വാങ്ങാൻ വരുമ്പോൾ ജീവനോടെയുള്ള സ്ത്രീകൾ വേറെ ഉണ്ടാകുമ്പോൾ അവിടെ എങ്ങനെ അവർ തമ്മിലൊരു മറ കെട്ടും എന്നുള്ളതാണ് അവിടുത്തെ വലിയൊരു കുഴക്കുന്ന പ്രശ്നമാവാൻ സാധ്യത. അത് എനിക്ക് തോന്നുന്നു അവരെങ്ങനെയൊക്കെ പരിഹരിക്കുമായിരിക്കും. കാരണം പരിഹാരമുള്ള ഒരു മതമാണല്ലോ ഇസ്ലാം. അപ്പോൾ ഏതായാലും അതിനുള്ള വഴി അവർ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു മറ അവിടെ കെട്ടിക്കൊണ്ട് വലതുവശത്ത് സ്ത്രീകൾ, ഇടതുവശത്ത് പുരുഷന്മാർ എന്നൊക്കെ പറഞ്ഞ മാതിരിയൊക്കെ നിർത്തി അവിടെ എങ്ങനെയെങ്കിലൊക്കെ അവാർഡ് അവർ കൊടുത്തോളും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതായാലും അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്ത വർഷത്തെ വീട്ടിൽ പ്രസവിച്ചതിൻ്റെ അവാർഡ് വാങ്ങാൻ നമ്മളോടൊപ്പം ഇല്ലാതെ പോയ ആ സഹോദരിക്ക് എല്ലാ ഭാവങ്ങളും ഞാനിവിടെ നേരുകയാണ്. അവർക്ക് ഇഹത്തിലും പരത്തിലും ആഖിറത്തിലും ഒക്കെ എല്ലാ മഗ്ഫിറത്തും നൽകിക്കൊണ്ട് അള്ളാഹു അവർക്ക് വളരെ വിശാലമായ ആ ഒരു സ്വർഗ്ഗ പൂങ്കാവനം ഒരുക്കിയിട്ടിട്ടുള്ളതിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓടിച്ചാടി കളിക്കാനുള്ള അവസരം അവർക്കുണ്ടാക്കണേ. അതുകൂടാതെ അവർക്ക് അവിടെ ഹൂറന്മാരില്ല എന്ന് നമുക്കറിയാം. എന്നാൽ അവരുടെ ജീവനോടെയുള്ള ഇവിടെ നാട്ടിൽ ജീവിക്കുന്ന ആ ഹൂറൻ പുള്ളി ഇവിടെ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെയും ഈ ഹൂറി മോളുടെ അടുത്തേക്ക് എത്തിച്ചുകൊണ്ട് അവർക്ക് അവരുടെ കുടുംബജീവിതം അവിടെ തുടരാനുള്ള അവസരം എത്രയും പെട്ടെന്ന് എത്തിച്ച് അവിടെ ശരിയാക്കി കൊടുക്കണമെന്ന് ഞാനിവിടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുകൂടാതെ ഇവരുടെ ഈ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യത്തോടു കൂടി 1 വർഷം കൂടി കാത്തിരിക്കണമല്ലോ. അടുത്ത വർഷമല്ലേ ഇനി കൊടുക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് അവരുടെ രക്ഷിതാവ് വാപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ വാപ്പ അവർക്ക്
ഈ അവാർഡ് ഏറ്റുവാങ്ങാനുള്ള ആ ഒരു ആഫിയത്തും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവരും ആമീൻ പറയൂ കേട്ടോ, ആരും മുടക്കരുത്. അപ്പം അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ അവർക്ക് വേണ്ട പിന്തുണ നമ്മൾ അറിയിക്കുക. ഇതാണ് നമുക്കിവിടെ ചെയ്തു കൊടുക്കാനുള്ളത്. ഇവർക്ക് ആ കൂടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം ഇതാണ്. ഏതായാലും ഇതുപോലെ അവാർഡ് വാങ്ങിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണം അവാർഡ് വാങ്ങിക്കാൻ. ഇത് എന്താ പറയുക, നമ്മളിപ്പോൾ എവറസ്റ്റ് കീഴടക്കുന്നു, അതല്ലെങ്കിൽ വല്ല എയറോപ്ലെയിൻ ഓടിക്കുന്നു, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, ഇതൊക്കെ എന്തെല്ലാം കഷ്ടപ്പാടാണത്. പക്ഷേ ഇതിന് അത്ര വലിയ കഷ്ടപ്പാടൊന്നുമില്ല. സ്വന്തം വീട്ടിൽ നമുക്ക് ഹോം ബേസ്ഡ് ആയിട്ട്, അതായത് നമ്മൾ കുടിൽ വ്യവസായമായിക്കൊണ്ട് തന്നെ നമുക്ക് അവാർഡ് വാങ്ങിക്കാനുള്ള സംവിധാനം, അത് ഇസ്ലാം അല്ലാതെ വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരുക്കിയിട്ടിട്ടില്ല എന്നും കൂടി നമ്മൾ ആലോചിക്കുക. മറ്റേതിനൊക്കെ നിങ്ങൾ നാട് തെണ്ടണം, പഠിക്കണം, പല പല കാര്യങ്ങൾ ചെയ്യണം. ഇതൊന്നും വേണ്ട. ഇതിന് നിങ്ങൾക്ക് എത്ര അവാർഡ് വേണേലും വാങ്ങാട്ടോ, അതാണ് ഇതിലെ രസം. ഇതിപ്പോൾ 5ാമത്തെ അവാർഡ് വാങ്ങാനിരുന്ന ആളായിരുന്നു, അപ്പോഴാണ് കാറ്റ് പോയത്. പോട്ടെ, എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. പോട്ടെ, ഇനിയിപ്പോൾ അത് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഏതായാലും ഈ വിഷയത്തിൻ്റെ കുറച്ച് കാതലായ വശങ്ങൾ കൂടി നമുക്കിനി ഒന്ന് പരിശോധിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ പല പല ചർച്ചകൾ, എനിക്ക് 2 ദിവസം നമ്മളുടെ ശബ്ദം പ്രശ്നമൊക്കെ ആയി, ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നല്ലോ, ചുമയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം അങ്ങനെ കണ്ടു നിൽക്കാനേ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ചില കൈത്തരിപ്പ് മാറ്റാൻ വേണ്ടി ചില പോസ്റ്റുകളൊക്കെ ഇട്ടുകൊണ്ടിരുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആ കൂടി ഒരു ആശ്വാസം. അപ്പോൾ ഇതിൽ പല വഴിക്കാണ് ചർച്ചകൾ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിനെ ഒന്ന് ഭാഗിക്കുകയാണ്. എന്താണ് ഇതിലെ യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും ഒരു സൊല്യൂഷൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ ഈ സാധനത്തെ, ഈ ഒരു സംഗതിയെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെങ്ങനെ കാണാം എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ധാരണ തരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് 5 കാരണങ്ങൾ കാണാം. പക്ഷേ ഈ 5 കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗ്രൂപ്പ് ചെയ്യാവുന്ന കാരണങ്ങളാണ്. ആദ്യത്തെ 2 കാരണം എന്ന് പറയുന്നത് ഈ ഒരു സംഗതി എന്തുകൊണ്ട് വീട്ടിലെ പ്രസവം വർദ്ധിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഈ വീട്ടിലെ പ്രസവങ്ങൾ മുസ്ലിങ്ങളുടെ ഇടയിൽ എന്തുകൊണ്ട് വല്ലാതെ വർദ്ധിക്കുന്നു, ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ചോദ്യം. വീട്ടിലെ പ്രസവം കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽ അല്ലാതെ അങ്ങനെ വർദ്ധിക്കുന്നില്ല എന്നുള്ളത് അവിടെ നമ്മൾ എടുത്തു പറയേണ്ടി വരുന്നു. പക്ഷേ മുസ്ലിങ്ങളുടെ ഇടയിൽ അത് വർദ്ധിക്കുന്നു. അത് തന്നെ മലപ്പുറത്ത് അത് കൂടുതലായിട്ട് കാണുന്നു. ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുതകൾ. അത് കണക്കുകളായിട്ട് ഇപ്പോൾ ഈ വിഷയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ ഗവൺമെൻറ് തന്നെ കഴിഞ്ഞ ദിവസം കണക്ക് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതിലും എടുത്തു പറയുന്നത് മലപ്പുറത്ത് അത് കൂടുതലാണെന്നുള്ളതാണ്. കണക്ക് പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 5 കാരണങ്ങളാണ്. 1 ഈ സ്യൂഡോ സയൻസ്, കപടശാസ്ത്രം. 2 കീമോഫോബിയ, അതായത് കെമിക്കലുകളോടുള്ള ഒരു ഭയം. അതുകൂടാതെ 3ാമത്തെ കാരണമായിട്ട് പറയുന്നത് ഇമോഷണൽ ആസ്പെക്ട്സ് ഓഫ് പ്രഗ്നൻസി, ഡെലിവറി, മദർഹുഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു വിഷയം, ഒരു അമ്മയാകാൻ പോകുന്നു എന്നുള്ളത് സംബന്ധിച്ച്, അതല്ലെങ്കിൽ പ്രസവിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു സമയത്തുണ്ടാകുന്ന ചില ഇമോഷണൽ പ്രശ്നങ്ങൾ, അതുപോലെ മറ്റു കാര്യങ്ങൾ. പിന്നെ ജെൻഡർ സെഗ്രിഗേഷനും അതുപോലെ തന്നെ ഈ പാപം എന്ന് പറയുന്നൊരു സംഗതി, ഒരു ഫിയർ ഓഫ് സിൻ, പാപഭയം, എന്തോ ഒരു വലിയ തെറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ഭയം. ഈ പലതരം കാരണങ്ങളാണ് ഇതിനകത്ത് കെട്ടുപണഞ്ഞ് കിടക്കുന്നത്. ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഇതിലാദ്യം നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത് ഈ 2 സംഗതിയാണ്, സ്യൂഡോ സയൻസും കീമോഫോബിയയും. ഇത് നമ്മൾ കപടശാസ്ത്രം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ നമുക്കിത് രണ്ടും കൂട്ടി ഒരുമിച്ച് പറയാമെങ്കിൽ, ഞാനിത് 2 ആക്കിയത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ടും 2ആയിട്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകത ഉള്ളതുകൊണ്ടാണ്. കാരണം കീമോഫോബിയ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, കെമിക്കലുകളോടുള്ള അകാരണമായ ഭയം. ഫോബിയ എന്ന് പറയുമ്പോൾ അകാരണമായ ഭയമാണ്, ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം കെമിക്കൽ അല്ലാത്ത ഒരു സാധനം ഈ ഒരു അണ്ടകടാഹത്തിലില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കെമിക്കൽ അല്ലാത്തൊരു സാധനം ഇവിടെ നിങ്ങൾക്ക് കാണിച്ച് തരാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് മില്യൺ കണക്കിന് ഡോളർ സമ്മാനമായിട്ട് നേടാനുള്ള അവസരം ഇപ്പോഴും അവിടെ നിലവിലുണ്ട്. ആ വെല്ലുവിളി ഇപ്പോഴും അവിടെ ഓപ്പണാണ്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു സൊസൈറ്റിയാണ് അത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോഴും അത് അവിടെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് പോയി ഏറ്റെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്, നിങ്ങൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, അതുപോലെ മറ്റ് ഏത് സാധനവും നിങ്ങളെടുത്ത് കഴിക്കുന്ന പഴം, ഒരു ആപ്പിൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു മുന്തിരി എടുക്കുന്നു, പഴം എടുക്കുന്നു, അല്ലെങ്കിൽ വളരെ നാച്ചുറലായിട്ടുള്ള ഒരു സ്നേക്ക് ബൈറ്റ് നിങ്ങൾക്ക് കിട്ടുന്നു, എല്ലാം കെമിക്കൽ തന്നെയാണ്. ഏത് സാധനം എടുത്തു കഴിഞ്ഞാലും നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ല. നാച്ചുറൽ ആയാലും ആർട്ടിഫിഷ്യൽ ആയാലും അത് കെമിക്കൽ. അപ്പോൾ നിങ്ങൾ കെമിക്കലുകളെ ഭയക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ സത്യത്തിൽ ഒരു അകാരണമായ ഭയമാണ് എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ഈ സാധനം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു വലിയ പ്രശ്നം. അപ്പോൾ പൊതുവേ ഇത്തരം ആളുകൾ, ഈ കപടശാസ്ത്രത്തിൻ്റെ വക്താക്കൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ഫോൺ കോളിൽ ലോട്ടറി താത്ത പറയുന്നത് എന്താണ്, ലോട്ടറി താത്ത പോലും പറയുന്ന അവിടെ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ കുറേ ആവശ്യമില്ലാത്ത കെമിക്കലുകൾ കുത്തിക്കയറ്റുന്നു, കുറേ മരുന്ന് വെക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ഈ വെറുതെ മരുന്ന് വെക്കുന്നൊന്നുമില്ല, ആവശ്യത്തിനുള്ള സാധനങ്ങൾ വെക്കുന്നു. അതായത് പെയിൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നമുക്ക് പ്രീ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ കുറേയും കൂടിയും ഈസി ആക്കി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ പ്രസവം എന്ന് പറയുന്നത്. കാരണം ഈ ഇൻ്റലിജൻറ്റ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു സംഗതിയും, അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഡിസൈനർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ മൂട്ടിന് പിടയ്ക്കണം എന്ന് ഞാൻ പറയാം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇമാതിരി ഒരു ഓഞ്ഞ ഡിസൈൻ ഈ ഒരു മനുഷ്യനുണ്ടായതിൻ്റെ പേരിലാണ് ഇതുപോലെ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രസവം അത് മനുഷ്യനുണ്ടായത് തന്നെ. മറ്റു മൃഗങ്ങൾക്ക് ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എവല്യൂഷണറി ആയിട്ടുള്ള ചില പ്രത്യേകതകൾ കാരണം, നമ്മളുടെ അനാറ്റമിക്കലായിട്ടുണ്ടായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ കാരണം നമ്മളുടെ ഈ പ്രസവം എന്ന് പറയുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൂടാതെ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞ് വളരെയധികം നാൾ ഈ അമ്മയുടെ സപ്പോർട്ടില്ലാതെ ജീവിക്കാനും കഴിയില്ല എന്ന് വരുന്നിടത്ത് പ്രസവം മാത്രമല്ല, പ്രസവത്തിന് ശേഷമുള്ള ഏതാനും വർഷങ്ങൾ എന്ന് പറയുന്നത് അമ്മയെയും കുട്ടിയെയും സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടും വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമയമായിട്ട് മാറുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എവല്യൂഷൻ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയേണ്ടതായിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ അതിൽ ഒറ്റവാക്കി പറയണ ഇത്രയേ ഉള്ളൂ. ഇൻ്റലിജൻറ്റ് ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഓഞ്ഞ ഡിസൈൻ അല്ലാതെ വേറെ ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് വൃത്തികെട്ടൊരു ഡിസൈനാണ് ഈ ഇൻ്റലിജൻറ്റ് ഡിസൈനർ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സുഖപ്രസവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സുഖം ഉണ്ടാകുന്ന ഒരു പ്രസവം ആകണമായിരുന്നു, അല്ലെങ്കിൽ സുഖത്തോടു കൂടി പ്രസവിക്കാൻ കഴിയണമായിരുന്നു. അതിവിടെ ഇല്ല എന്നുള്ളതാണ്. വളരെയധികം പെയിൻഫുള്ളാണ്, കോംപ്ലിക്കേഷൻ പ്രോണാണ്. അതുകൂടാതെ മരണം വരെ സംഭവിക്കാം അമ്മയ്ക്കും കുഞ്ഞിനും എന്നും കൂടി വരുന്നിടത്താണ് ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണെന്ന് വരുന്നത്. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാനും ഇതിനെ മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഡെലിവറി പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം ഇതിലെ പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണുക. എക്ടോപിക് പ്രഗ്നൻസി മുതൽ അത് ഡെലിവറി ടൈമിൽ മാത്രമല്ല, നിങ്ങൾ ഗർഭം ധരിക്കുന്ന അന്ന് മുതൽ ഇതിൻ്റെ അന്വേഷണം തുടങ്ങുകയാണ്. അതുകൂടാതെ ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള മറ്റു പ്രശ്നങ്ങൾ, അയൺ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പല പല വിഷയങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് കുട്ടിക്കുണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ മുൻകൂട്ടി കണ്ട് അത് പരിഹരിക്കുന്നു. അമ്മയ്ക്കുണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ കണ്ട് അത് പരിഹരിക്കുന്നു. ഡെലിവറി സമയത്തുണ്ടാകാൻ സാധ്യതയുള്ള പൊടുന്നനെ ഉണ്ടാകുന്ന കാരണങ്ങൾ അത് കണ്ടെത്തിയിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെ പല ഘട്ടങ്ങളിൽ പല വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരികയാണ്. ഇതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്നത്. അവിടെ നമ്മളെ ലോട്ടറി താത്ത ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കുട്ടി മരിക്കൂലേ എന്ന്. മരിക്കില്ല എന്ന് മാത്രമല്ല, മരിക്കാനുള്ള സാധ്യത കുറയുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താണ്, അവിടെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കാണുകയും അത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹാർട്ട് റേറ്റിൽ വ്യത്യാസം വരുന്നു, അത് മുൻകൂട്ടി കാണാം, കാരണം നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അമ്മയുടെ പ്രഷറിൽ വരുന്ന വേരിയേഷൻ അത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു, അത് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നു. അങ്ങനെ ഓരോ ഘടകങ്ങളും വേർതിരിച്ചെടുത്ത് ഇനി എല്ലാം കഴിഞ്ഞു, പ്രസവിച്ചു, കുട്ടി അവിടെ പുറത്തേക്ക് വന്നു, അപ്പോഴും കുട്ടിക്ക് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ അബ്ഗാർ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി കരഞ്ഞോ, എത്ര നേരം കരഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് കുട്ടിയുടെ ഹെൽത്ത് അവിടെ നമുക്ക് ഒരു സ്കോറിംഗ് നടത്തിയിട്ട് ആ കുട്ടിക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ വിലയിരുത്തുന്നു. ഇങ്ങനെ പല പല സംഗതികളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊന്നും അറിയാതെ, ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെ ചുമ്മാ കണ്ണും പൂട്ടി അവിടെ മുഴുവൻ കെമിക്കലാണ് എന്ന് പറഞ്ഞെല്ലാം തീരുന്നു. ഇതാണ് നമ്മളിവിടെ മുന്നിൽ നടക്കുന്ന ഒരു പച്ചയായ ഒരു കപടശാസ്ത്രത്തിൻ്റെ കൂട്ടുപിടിച്ചിട്ടുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കലും അതിൻ്റെ പിന്നിൽ വിശ്വസിച്ചുകൊണ്ട് അണിനിരന്നിട്ടുള്ള ഇതുപോലെയുള്ള കുറേ ജന്തുക്കളും. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ കീമോഫോബിയ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം കെമിക്കൽ അല്ലാത്തൊരു സാധനം ഇവിടെ ഇല്ല എന്നുള്ളത് മാത്രവും. ആധുനിക വൈദ്യത്തിൽ നമ്മൾ മരുന്ന് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഫലത്തെക്കുറിച്ച് മാത്രമല്ല, അതുകൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കുകയും എന്നിട്ട് ഒരു ബെനിഫിറ്റ് വേഴ്സസ് റിസ്ക് അനാലിസിസ് നടത്തിയിട്ട് അത് റിസ്ക് കുറവും ബെനിഫിറ്റാണ് കൂടുതലെന്ന് മനസ്സിലാക്കിയിട്ട് അത് അപ്ലൈ ചെയ്യുകയും അത് തന്നെ കൺട്രോൾഡായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ റിസ്ക് കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു രീതി. ഇതാണ് ഈ പറയുന്ന ആധുനിക വൈദ്യത്തിൻ്റെ ഒരു കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാതെ എന്തൊക്കെയോ വാരിക്കോരി അങ്ങ് ഇടുകയാണ് എന്നുള്ളതോ, അതല്ലെങ്കിൽ ഇതുപോലെ ചെയ്തിട്ടുള്ള ആളുകൾ ഒപ്പിച്ചിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിലോ ഈ ശാസ്ത്രത്തിൻ്റെ വഴി ചാരിക്കൊണ്ട് നിങ്ങൾ ഈ കപടശാസ്ത്രത്തിന് നുഴഞ്ഞു കയറാനുള്ള വഴി ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ശാസ്ത്രം അതിൻ്റെ വളരെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറയുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അത് അപ്ലൈ ചെയ്യുന്നുണ്ടാകുന്ന സമയത്തുള്ള പ്രശ്നങ്ങളും എത്തിക്കലായിട്ടുള്ള വിഷയങ്ങളും ലീഗലായിട്ടുള്ള വശങ്ങളും അത് വേറെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ സ്യൂഡോ സയൻസിൽ മറ്റൊരു വശം എന്ന് പറയുന്നതാണ് ഈ അപ്പീൽ ടു ട്രഡീഷൻ. കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബർത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അതായത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രസവിക്കണം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്, അപ്പോൾ നമ്മളെ വല്യപ്പയും വല്യമ്മയൊക്കെ, വല്യപ്പയല്ല, നമ്മളെ വല്യമ്മയും വല്യമ്മ പെണ്ണുങ്ങളല്ലേ പ്രസവിക്കുള്ളൂ അല്ലേ, അപ്പോൾ നമ്മൾ വല്യമ്മയും ഉമ്മുമ്മയൊക്കെ എല്ലാവരും ഇപ്പോൾ പ്രസവിച്ചത് ഇവിടെ ഹോസ്പിറ്റലിലാണോ, നമ്മളൊക്കെ വീട്ടിൽ തന്നെയല്ലേ പ്രസവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ. അതുകൂടാതെ വേറെ ചില ആളുകൾ വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചോദിച്ചാണ്, ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട്, അതായത് ഇവിടെ അണ്ണാച്ചികൾ വരുന്നു, റോഡ് പണി നടത്തുന്നു, അതിൻ്റെ ഇടയിൽ അവർ പ്രസവിച്ചിട്ടിട്ട് വീണ്ടും പോയി റോഡ് പണി നടത്തുന്നു, ഇതൊക്കെ എങ്ങനെയാണ് നടക്കണേന്നാണ് ചോദിക്കുന്നത്. നമുക്ക് അവരോട് പറയാനുള്ളത്, വല്യമ്മയുടെ കേസ് ആദ്യം നമ്മൾ എടുക്കുക. വല്യമ്മയുടെ കേസ് എടുത്താൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അന്നത്തെ കാലത്ത് ഒരു 5-10 പ്രസവിക്കുമ്പോൾ അതിനകത്ത് കുട്ടികൾ മരിക്കാനുള്ള സാധ്യത
മരിച്ചു വീഴുന്നു, കുട്ടികൾ തന്നെ മരിക്കുന്നു. അതുകൂടാതെ ഈ അമ്മമാരും ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ചുള്ള പ്രസവം കാരണം, അതുകൂടാതെ അവർ പ്രസവത്തിൻ്റെ ശേഷവും മുന്നേക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് കോംപ്ലിക്കേഷൻസ് കാരണം അമ്മയും മരണപ്പെടുന്നു. ഇതാണ് അവിടെ പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ അമ്മയില്ലാതെ ജനിച്ച കുട്ടികൾ, അതല്ലെങ്കിൽ കോംപ്ലിക്കേഷനോട് കൂടി ജനിച്ച കുട്ടികൾ, ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അപ്പോൾ മരിച്ചുപോയ കുട്ടികൾ, ഇതെല്ലാം ഇവിടെ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഉമ്മുമ്മമാരും ഉപ്പൂപ്പമാരും ഒക്കെ ഇതേപോലെ പ്രസവിച്ചിട്ടൊക്കെ ഉണ്ടാവും, ഇല്ലാന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്നില്ല. അവർ കൂടുതൽ പ്രസവിച്ചിട്ടത് കൊണ്ട് മാത്രമാണ് നിങ്ങളിവിടെ കൂടുതൽ ജീവിച്ചിരുന്നത് എന്ന് വേണം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങളിവിടെ ജനിക്കാനുണ്ടായ കാരണം അവർ കുറേ പ്രസവിച്ചതുകൊണ്ടാണ്. പക്ഷേ ഇന്ന് നമ്മളെന്താ കാണുന്നത്, ഒരാൾ പ്രസവിക്കുന്നത് ആകെ 1 or 2 ആണ്. ആ ഒരു കുട്ടിയായാലും 2 കുട്ടിയായാലും ഇന്ന് ജീവനോടെ ഇരിക്കുന്നു എന്നോടത്താണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റേത് അങ്ങനെയല്ല. 10 പേരെ പ്രസവിച്ചാലാണ് ഒരു 5 പേരെ കിട്ടുക, അല്ലെങ്കിൽ ഒരു 2 പേരെ കിട്ടുക എന്ന് പറയുന്നിടത്ത് ആണ് ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് നിങ്ങളുടെ തലയിലേക്ക് വരുന്നില്ല. പകരം നിങ്ങൾ ഉമ്മൂമ്മ പ്രസവിച്ചു, അണ്ണാച്ചി താത്ത പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ അതിൻ്റെ പിന്നാലെ അങ്ങ് പോകും. അപ്പോൾ ഒരു ട്രഡീഷൻ. ഇനി അതുമല്ല, കുറേ ഇതുപോലുള്ള നാച്ചുറലാണ്, അതാണ് ബെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സ്വാഭാവികമായൊരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കാഴ്ച, ഇതൊക്കെ ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടും. അങ്ങനെയല്ല ഇതിൻ്റെ രീതികൾ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അപകട സാധ്യത കൂടുതലാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മളിത് പറയുന്നത് വെറുതെ വായ്ത്താരി മാത്രമല്ല, കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മളെപ്പോഴും പറയുന്നു ഇവിടെ മെഡിക്കൽ സയൻസ് നിലനിൽക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി ഇത് വെച്ചിട്ടാണ് പറയുക. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? വർഷാവർഷങ്ങളായിട്ട് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസവങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അതിനെ അളക്കുന്നു, അതിൻ്റെ വിവിധ പഠനങ്ങൾ നടത്തുന്നു, അതിൻ്റെ ഓരോരോ ഘടകങ്ങളെടുത്ത് പരിശോധിക്കുന്നു. അങ്ങനെ നമ്മൾ കണക്കുകൾ ഇവിടെ പ്ലോട്ട് ചെയ്യുന്നു, ഓരോ വർഷത്തെയും കണക്കുകൾ പ്ലോട്ട് ചെയ്യുന്നു. ഇത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ, അത് 2015, 16, 19, 20 തമ്മിലുള്ള 2 കണക്കുകളാണ്. അതിലുള്ള വേരിയേഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ ഒന്നാമത്തത്, അതായത് പെർസെൻറ്റേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബർത്ത്, എത്രമാത്രം ഇൻസ്റ്റിറ്റ്യൂഷണൽ ബർത്ത് ഈ ഇന്ത്യയിൽ സ്റ്റേറ്റ് വൈസ് നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ്. 1ാം സ്ഥാനം കേരളമാണ്. അതായത് കേരളത്തിൽ നടക്കുന്ന 99.8, അതായത് 99.8% ബർത്ത് നടക്കുന്നതും ഈ പറയുന്ന ഹോസ്പിറ്റലുകളിലാണ്, ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നടക്കുന്നത് എന്നതാണ് കേരളത്തിൻ്റെ കണക്ക്. അതുകൊണ്ട് തന്നെയാണ് കേരളം അവിടെ 1ാം നമ്പറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു 0.8 വെച്ച് നിൽക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളത് എന്താണ്? കാരണം ബാക്കിയുള്ളത് അതർ കോസസ്, അതായത് ഇപ്പോൾ നമുക്കറിയാം ചില കേസുകളിൽ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുന്നേ പ്രസവിച്ചു പോകുന്നു, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റാതെ പോകുന്നു. ഇങ്ങനെയുള്ള വിഷയം കൊണ്ടുണ്ടാകുന്നത് അതിനകത്ത് നമ്മൾ പെടുത്തുന്നു. ഇപ്പം നമ്മൾ ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ മനഃപൂർവ്വം ഹോസ്പിറ്റലിലേക്ക് പോകാതെ ഇതുപോലെ അവാർഡ് കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട്, ഇനിയിപ്പം ഞാൻ ചത്താലും വേണ്ടിയില്ല എൻ്റെ രക്ഷിതാവ് പോയിട്ട് അവാർഡ് കളക്ട് ചെയ്യുമല്ലോ എന്ന ശുഭാപ്തി വിശ്വാസം ഒക്കെ വെച്ചിട്ട് ഇതേപോലെ പെട്ടെന്ന് തന്നെ ഹൂറികളുടെ അടുത്തെത്താൻ വേണ്ടിയുള്ള പ്രേമം കാരണം ഇതേപോലെ പ്രസവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതും ഈ കണക്കിൽ വിടും. അത് വന്നു കഴിയുമ്പോൾ ഈ 99 എന്നുള്ളത് പിന്നെ 98 ആവും, പിന്നെ 97 ആവും, പിന്നെ അങ്ങനെ പോയി അവസാനം നാഗാലാൻഡും അതുപോലെ മേഘാലയയും പിന്നെ നമ്മളെ മണിപ്പൂരും ഉണ്ട് കേട്ടോ. മണിപ്പൂരില്ലാത്ത കളിയില്ലല്ലോ. ആ മണിപ്പൂരിൻ്റെ ഒപ്പമൊക്കെ പോയിട്ട് ഇരിക്കാം കേരളത്തിന്. ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെയാണ് ഈ മണിപ്പൂർ ഇവിടെയും അതല്ലെങ്കിൽ കേരളം അവിടെ ആയത് എന്ന് നിങ്ങൾ അന്വേഷിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ നിങ്ങൾ പറയും, ഓക്കെ, ഇത് മരുന്ന് മാഫിയയാണ്, ഇതെല്ലാവരെയും ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് മരുന്ന് ഈ കെമിക്കൽ കുത്തിവെക്കാൻ വേണ്ടി എല്ലാവരെയും ഇതുപോലെ ഉന്തിയും തള്ളിയും കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇട്ടതിൻ്റെ പ്രശ്നമാണ് എന്നതായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾ പറയാൻ പോണത്. അവിടെ നമുക്ക് മറ്റ് ചില കണക്കുകളും കൂടി എടുക്കുക. ഇതിലൊരെണ്ണം ആവറേജ് റേറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ബൈ ഡിസ്ട്രിക്ട്. അപ്പോൾ അത് ഒരു ഇന്ത്യയുടെ മൊത്തം ഒരു ഹീറ്റ് മാപ്പ് പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതിൽ കേരളം, തമിഴ്നാട് നമ്പർ 1 ആൻഡ് നമ്പർ 2 എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന സംസ്ഥാനങ്ങൾ ഇവിടെ ബാക്കിയുണ്ട് കേട്ടോ. കേരള, ഗോവ, കർണാടക ഒക്കെ താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ മാപ്പിൽ നിങ്ങൾക്ക് ഒരൊറ്റ നോട്ടത്തിലൊരു കാഴ്ച നിങ്ങൾക്ക് കിട്ടും. അതായത് കേരളം എവിടെ കിടക്കുന്നു, ഉത്തർപ്രദേശ് എവിടെ കിടക്കുന്നു, ബീഹാർ എവിടെ കിടക്കുന്നു, മണിപ്പൂർ എവിടെ കിടക്കുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഇനി അടുത്തൊരു മാപ്പും കൂടി കാണും. അതായത് ഹെൽത്ത് കെയർ സിസ്റ്റം ക്വാളിറ്റി ഫോർ ആൻറ്റിനേറ്റൽ കെയർ ആൻഡ് പോസ്റ്റ് നേറ്റൽ കെയർ ബൈ ഡിസ്ട്രിക്ട്. അതായത് ഇത് ഹോസ്പിറ്റലിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്നു എന്ന് മാത്രമല്ല, ഇങ്ങനെ നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്വാളിറ്റി അത് എത്രത്തോളം ഉണ്ട്, ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ആ സ്ഥാനം എവിടെയാണെന്ന് നിങ്ങൾ നോക്കുക.
അതുപോലെ അതായത് ഓരോ ഡിസ്ട്രിക്റ്റ് വൈസ് ആണ് ഈ മാപ്പ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ കേരളത്തിൽ എല്ലാ ഡിസ്ട്രിക്റ്റും ഒരേപോലെ ആ ഒരു ഡെപ്ത് കാണിക്കുകയാണ് ആ ക്വാളിറ്റിയിൽ. എന്ന് വെച്ചാൽ ക്വാളിറ്റി ഉള്ള കെയറാണ് കേരളത്തിൽ ഉടനീളം നമുക്ക് ലഭിക്കുന്നത് എന്നിരിക്കുകയാണ് നമ്മൾ മറ്റ് ചില കണക്കുകളിലേക്കും കൂടി പോകേണ്ടി വരിക. അവിടെയാണ് ഈ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം, അതായത് ജനിച്ചു വീണ ഉടനെ കുട്ടി മരിക്കുന്ന ആ ഒരു കാഴ്ച. അതായത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് നമ്പർ ഓഫ് ബേബീസ് ലെസ് ദാൻ എ ഇയർ ഓൾഡ് ഹു ഡൈ ഫോർ എവറി 1000 ലൈവ് ബർഡ്സ്. അതായത് 1000 കുട്ടികൾ ജനിച്ചു വീഴുമ്പോൾ അതിൽ ഒരു വയസ്സിനുള്ളിൽ എത്ര കുട്ടികൾ മരിക്കുന്നു, ഇതാണ് ആ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അറിയുമോ എന്നാണ് ഞാൻ എൻ്റെ ലോട്ടറി താത്താൻ്റെ അടുത്ത് ആവർത്തിച്ച് ചോദിച്ചു. ആണായിട്ടു താത്ത മിണ്ടുന്നില്ല. താത്ത അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല എന്ന് മാത്രമേ എന്നോട് സെൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. എനിക്ക് സെൻസ് ഇല്ല എന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം എന്താണ്, ഇത് അറിയില്ല എന്ന് മാത്രമല്ല, ഇതിനെക്കുറിച്ച് ചോദിക്കുക അബോർഷനെ കുറിച്ചാണ് എന്നോട് തിരിച്ചു ചോദിച്ചത്. അബോർഷനും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും തമ്മിൽ എന്താ ബന്ധം? അത് പോലും മനസ്സിലാക്കാത്ത ആളുകളോടാണ് നമ്മളിത് പറയുന്നതെന്നുള്ള ആ ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ ഒരു വേള അവിടെ സ്തബ്ധനായി പോകുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് തന്നെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 2019 കേരളം 6ആണ്, 2014 12ആണ്, 2009 അത് 12ആണ്. അപ്പോൾ ഇതിങ്ങനെ 12, 9, 6 എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഈ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഫിൻലാൻഡ് എങ്ങനെയാണോ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള രാജ്യം ആയിട്ട് നിലനിൽക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്, അതുപോലെ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിൽ. 6ൽ നിന്നും 7 ആക്കണോ, 7ൽ നിന്നും 6 ആക്കണോ, 6ൽ നിന്ന് 5 ആക്കണോ എന്നൊക്കെയുള്ള ആ ഒരു വലിയ പോരാട്ടം നമ്മൾ നടത്തുമ്പോൾ അപ്പുറത്ത് ബാക്കി സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഡൽഹിയിൽ 11, തമിഴ്നാട് 15, 17, അങ്ങനെ താഴേക്ക് പോകുമ്പോൾ മധ്യപ്രദേശിലൊക്കെ 46 കുട്ടികളാണ് 1000 പേരിൽ മരിച്ചു വീഴുന്നത്. നമ്മുടെ മണിപ്പൂരിൽ എത്ര പേരാണ് മരിച്ചു വീഴുന്നതെന്നും കൂടി നിങ്ങളൊന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നത് നന്നായിരിക്കും. നിങ്ങൾക്കുള്ള ഹോംവർക്ക് അതാണ്. അപ്പോൾ അതേപോലെ ബീഹാറിൽ, രാജസ്ഥാനിലൊക്കെ നിങ്ങൾക്ക് കാണാം ഇതേപോലെ ആളുകൾ മരിച്ചു വീഴുന്നതിൻ്റെ എണ്ണം, കുട്ടികൾ മരിച്ച് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ കേരളം നമ്പർ 1 ആണ്, അതായത് സിംഗിൾ ഡിജിറ്റ് 6 എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ചാലഞ്ചാണ്. കാരണം എന്താണ്, ഇത് 7 ആയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെത് ഒരു വേഴ്സൺ ആകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു കുട്ടി മരിച്ചാൽ ഈ പറയുന്ന ഈ മറ്റേ അവാർഡ് തണ്ടി നടക്കുന്ന ഇതുപോലെയുള്ള പ്രസവിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ടീമുകൾ, ഇവർ കാരണം ഏതെങ്കിലും കുട്ടി അവിടെ മരണപ്പെട്ടു എന്ന് വിചാരിക്കാം, ഇത് ബാധിക്കുക ഈ പറയുന്ന മോർട്ടാലിറ്റി റേറ്റിനെയാണ്. ഇത് ഈ തണ്ടികൾക്ക് വല്ലതും മനസ്സിലാവുമോ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതാണ് നമ്മൾ അവരോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ സാധനത്തെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടൊരു കുട്ടി മരണപ്പെട്ടാൽ അത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിനെ ബാധിക്കുകയും ഇത് കേരളത്തിൻ്റെ റേറ്റിനെ ബാധിക്കുന്നു. കേരളത്തിൻ്റെ റേറ്റിനെ ബാധിച്ചാൽ ഇത് ഇന്ത്യയുടെ റേറ്റിനെ ബാധിക്കുന്നു. ഇന്ത്യയുടെ റേറ്റിനെ ബാധിച്ചാൽ നമ്മളുടെ റീജിയണൽ റേറ്റിനെ ബാധിക്കുന്നു. ആഗോള റേറ്റിൽ തന്നെ അത് വ്യത്യാസം വരുമ്പോൾ ഇത് WHO കണക്കുകളിലും മറ്റ് ഹെൽത്ത് ഇൻഡിസസിലേക്കൊക്കെ അത് പോകുമ്പോൾ ഇത് നമ്മളെ ഇന്ത്യ എന്നുള്ള രീതിയിൽ തന്നെ നമുക്കത് ഒരു ദോഷമുണ്ടാക്കുന്ന ഒരു ചിത്രമായിട്ടാണ് അത് മാറുക. നമുക്ക് നെഗറ്റീവായിട്ട് നമ്മൾ ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ് എന്ന് ഇവരോട് എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാവുക? ഇവിടെ ഇതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇച്ചിരി ദേശസ്നേഹമൊക്കെ വേണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ദേശസ്നേഹം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോ പ്രശ്നമാണല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് ദേശസ്നേഹം പോട്ടെ, നിങ്ങൾക്ക് മലപ്പുറത്തോടെങ്കിലും ഒരു സ്നേഹം ഇച്ചിരി ഉണ്ട്, ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ചിത്രത്തിൽ മലപ്പുറത്തിൻ്റെ ചിത്രമെങ്കിലും ഒന്ന് നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മലപ്പുറത്തെ ഈ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എങ്കിലും ഒന്ന് വഷളാകാതെ നോക്കാനെങ്കിലും നിങ്ങളൊന്ന് ശ്രമിക്കണമെന്നാണ് പറയുക. നിങ്ങൾക്ക് ദേശസ്നേഹമൊന്നും വേണ്ട, മലപ്പുറം സ്നേഹമെങ്കിലും വേണമെന്നാണ് എനിക്കതിൽ നിങ്ങളോട് ഉണർത്താനുള്ളൊരു കാര്യം. ഇനി അതിൻ്റെ ശേഷം മറ്റൊരു റേറ്റാണ് ഈ മറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു റേറ്റ്, അതായത് അമ്മമാർ മരണപ്പെടുന്നത്. അപ്പോൾ അതൊരു 100,000 ബർത്ത് നടക്കുന്ന സമയത്ത് അതിനകത്ത് എത്ര അമ്മമാർ മരിക്കുന്നു, ഇതാണ് അതിലെ കണക്ക്. ഇതിൽ ഇന്ത്യയിൽ 178 പേരാണ് 2010-12 ഉള്ളത്. 18-20 ആകുമ്പോഴേക്കും അത് 97 പേരായിട്ട് കുറയുന്നു. കേരളത്തിൽ ഇപ്പോൾ മരിക്കുന്നത് 19 ഈ പറയുന്ന 1,00,019 പേര് മരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ സമയത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മളുടെ ലോട്ടറി താത്ത ഏതോ ഒരു കൊട്ടക്കണക്കുമായിട്ട് വന്നിരിക്കുന്നത്, ഏതോ ഒരു മദ്രസയിൽ നിന്ന് ഇറക്കി വിട്ട കണക്ക്, അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇത്തരം അബദ്ധധാരണകൾ ഉണ്ടാക്കി വെക്കുന്ന ആ മേഖലയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ചില തെറ്റായ മിസ്ഇൻഫർമേഷൻ, അതാണ് അവർ കോട്ട് ചെയ്തിട്ട് നമ്മളോട് പറയുന്നത്. അത് തെറ്റാണ്. ഇവിടെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എല്ലാ വർഷവും നടക്കുന്നു. അതിൻ്റെ പേരിൽ അവർ പുറത്തിറക്കുന്ന കണക്കുകളുണ്ട്, അതിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അതാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ. അതിൽ പറയുന്നു. അത് ഏതൊക്കെ കണക്കുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെങ്കിലും നിങ്ങളൊന്ന് നോക്കാം. ഇന്ത്യയുടെ മോർട്ടാലിറ്റി റേറ്റ്, മറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് കമ്പയർ ചെയ്യുന്നത് US ആയിട്ടാണ്. ഇനി അങ്ങോട്ട് താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സംസ്ഥാനവും നിങ്ങൾക്ക് കാണാം. കേരളം, മഹാരാഷ്ട്ര ഒക്കെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ആസാമിൽ 195 അമ്മമാർ മരിക്കുന്നു എന്നാണ് പറയുക.
അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് മണിപ്പൂർ പോലെ ആകണോ അതോ കേരളമായിട്ട് നിലനിർത്തണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഇനി ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓൺ maternal mortality rate, maternal mortality, കേരള ബെറ്റർ ദാൻ US, ആസാം വേഴ്സ് ദാൻ യമൻ എന്നാണ് പറയുന്നത്. യമനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് അത് തന്നെ എടുത്തത്. അപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ അവസ്ഥ. ഓരോ സംസ്ഥാനത്തും വളരെ വ്യത്യസ്തമായ കാരണങ്ങളും ഘടകങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നു. അതിൽ വളരെ മികച്ച രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നിരിക്കെ, അതിൽ ഈ പറയുന്ന കേരളത്തിൽ ഒരു പ്രത്യേക ജില്ല, ആ ജില്ലയിലെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഇടയിൽ ഇത് വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇതാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം. അപ്പോൾ ഈ വിഷയം ഇപ്പോൾ വന്നപ്പോൾ നമ്മളുടെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് അവർ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് വീട്ടിലെ പ്രസവങ്ങളെ കണക്ക് 2019 മുതൽ 2024 വരെ ഏറ്റവും കൂടുതൽ വീട്ടിലെ പ്രസവം നടന്നിട്ടുള്ളത് എവിടെയാണ്? അത് മലപ്പുറത്ത് തന്നെയാണ്. 1337 പ്രസവങ്ങൾ നടന്നിട്ടുള്ളത് ഈ പറയുന്ന മലപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവിടെ വരുന്നത്, എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ വീട്ടിലെ പ്രസവങ്ങളുടെ കണക്ക് എന്ന് പറയുമ്പോൾ അത് മലപ്പുറത്ത് ഇത് വല്ലാതെ കൂടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം? ഈ ഒരു പ്രസവത്തിൻ്റെ കാര്യം മാത്രമാണ് ഈ മലപ്പുറത്ത് ഈ പ്രശ്നം എന്നുള്ളത് നിങ്ങളൊരു തെറ്റിദ്ധാരണയാണ്. 2015 ഞാൻ വിശ്വാസിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഹോമിയോ ഡോക്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് ഹോമിയോപ്പതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ ഡിഫ്തീരിയ ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നത്. ആ സമയത്ത് ഞാൻ കോഴിക്കോടാണ്. അന്ന് നമ്മളവിടെ കണ്ട കാഴ്ച എന്താണ്? ഏറ്റവും കൂടുതൽ അവിടെ ഈ ഡിഫ്തീരിയ ഔട്ട് ബ്രേക്ക് ഉണ്ടായത് മലപ്പുറം, പിന്നെ കോഴിക്കോട്, ഈ 2 സ്ഥലം. പിന്നെ അതുകൂടാതെ കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെയാണ് കൂടുതൽ ആൾ വന്നത്. പക്ഷേ അതിൻ്റെ എപ്പി സെൻ്ററായിട്ട് വന്നത് മലപ്പുറമായിരുന്നു. മലപ്പുറത്ത് നിന്ന് പിന്നെയും ഈ അടുത്തും കേസുകൾ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ എന്തായിരുന്നു അവിടുത്തെ കാരണം പറഞ്ഞത്? ഗവൺമെൻറ് അന്നും കണക്ക് പുറത്തുവിട്ടു, അതായത് വാക്സിൻ വിരുദ്ധത. അപ്പോൾ വാക്സിൻ എടുക്കാത്ത കുട്ടികൾ ജനിച്ച് വീണ് കഴിഞ്ഞാൽ അതിനകത്ത് 85-90% വാക്സിൻ എടുക്കുന്ന ആളുകളാണ് മറ്റ് ജില്ലക്കാരെന്നിരിക്കെ മലപ്പുറത്ത് എത്തുമ്പോൾ അത് 60% ആളുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 70-75% മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് വരുമ്പോൾ ഒരു 25%-ലധികം ആളുകൾ വാക്സിൻ എടുക്കാത്തവരുണ്ടാവും എന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് വരികയാണ്. ഈ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സാധനം അവിടെ വലിയ കുഴപ്പത്തിലാവും. അപ്പോൾ വാക്സിൻ എടുത്ത ആളുകൾക്കും കൂടി കുഴപ്പമാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് പറയുകയും, എന്നിട്ട് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് അവസാനം കച്ചകെട്ടി ഇറങ്ങിയതാരാണ്? പാണക്കാട് തങ്ങന്മാർ വരെ ഇറങ്ങേണ്ടി വന്നു. ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ വാക്സിൻ വിരുദ്ധത ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എവിടെയാണ്? അത് മലപ്പുറത്ത്. ഈ വാക്സിൻ വിരുദ്ധത കാരണം കുട്ടികളുണ്ടാകില്ല, അത് പോപ്പുലേഷൻ കൺട്രോളാണെന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണ ഇതുപോലെ പടച്ചു വിട്ടിട്ട് ആളുകളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവസാനം ഡിഫ്തീരിയ ഔട്ട് ബ്രേക്ക് ഉണ്ടായി. അവസാനം പാണക്കാട് തങ്ങന്മാർ തന്നെ ഇറങ്ങേണ്ടി വന്ന ഒരു അവസ്ഥ. അതെവിടെ ഉണ്ടായത്? മലപ്പുറത്താണ്. വേറൊരു ജില്ലയിൽ ഉണ്ടായിട്ടില്ല, വേറൊരു മതവിഭാഗത്തിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെ സംഭവിച്ച് ഇതെല്ലാം വാർത്തയായ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു എന്നും കൂടി ഞാനിവിടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ പറഞ്ഞത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രസവത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു വിഷയത്തിലോ മാത്രം തങ്ങി നിൽക്കുന്നില്ല. മലപ്പുറത്തേക്ക് വരുമ്പോൾ, മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ കാതലായ പ്രശ്നമായിട്ട് മാറുന്നു എന്നുള്ളതൊരു വിഷയം തന്നെയാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ദേശസ്നേഹമൊന്നും ഇല്ലെങ്കിലും ഇച്ചിരി മലപ്പുറം സ്നേഹമെങ്കിലും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പറയാൻ വേണ്ടി ഒരു സാധനം തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു പോസ്റ്റർ എൻ്റെ കണ്ണിൽ ഉടക്കിയത്. ഇതാണ് തമിഴ്നാട് അവിടെ നിന്നുള്ള ഒരു പോസ്റ്ററാണ്. അതിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത് തമിഴ്നാട് റാങ്ക് സെക്കൻഡ് ആസ് ദ സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി. അവർ വലിയ തോതിൽ ആത്മാഭിമാനം കൊള്ളുകയാണ്, അവർ സ്വയം അത് വെച്ച് ആഘോഷമാണ്. അപ്പോൾ അതിൽ പറയുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്, ഞങ്ങൾ സെക്കൻഡാണെന്നാണ് പറയുന്നത്. താഴെ എഴുതി നെക്സ്റ്റ് കേരള എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നൊരു ചോദ്യമാണ്, ഉളുപ്പുണ്ടോ ചങ്ങായിമാരെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം നമ്മളുടെ സംസ്ഥാനം 1ാം സ്ഥാനമായിരിക്കെ അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് ഉളുപ്പ് വരാതെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാതെ, അതിൻ്റെ ആ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാകാതെ, അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ, എന്നിട്ട് നമ്മളത് കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് നടക്കുകയും ചെയ്യുക. എന്നിട്ട് അത് സംരക്ഷിക്കേണ്ട ആളുകൾ ഇത് വോട്ട് പോകുമോ എന്ന് പേടിച്ചിട്ട് ഇത് ചെയ്യുന്ന ആളുകളെ കണ്ണും കെട്ടി ഇവിടെ നോക്കി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇത് എവിടേക്കാണ് കൊണ്ടെത്തിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ നമ്മൾ 1ാം സ്ഥാനമാണ് നമുക്ക് ഈ ആരോഗ്യ മേഖലയിലുള്ളത്. അത് നിലനിർത്തിയാൽ മതി. നമ്മൾ 1ാം സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നിലനിർത്താൻ വേണ്ട പണി മാത്രമേ നമ്മൾ എടുക്കേണ്ടൂ. അതിലെന്താ ഏറ്റവും മിനിമം ചെയ്യേണ്ടത്? ഇതുപോലുള്ള കന്നുകാലികളെ കണ്ടുകൊടുത്ത് വെച്ച് നമ്മൾ ഇവിടെ മാറ്റി നിർത്തുക, അവർക്ക് വേണ്ട ചികിത്സ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ആ ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമായിട്ട് അത് ഞാൻ അവസാനം വരുന്നുണ്ട്, എന്നാലും പറയുകയാണ്. അതായത് ഇതിൽ ഒഴിവാക്കി വിടേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ കപടശാസ്ത്രങ്ങൾ, ഇതുപോലുള്ള അക്യുപങ്ക്ചർ ഉടായ്പ പരിപാടികൾ, അതിനെയൊക്കെ പൂട്ടിക്കെട്ടണം. കാരണം എന്താണ്? അതൊന്നും നിയമപരമായിട്ട് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ യാതൊരു സാധ്യതയില്ലാത്ത സംഗതികളാണ്. അതിന് നിയമപരമായിട്ട് ഒരു പരിരക്ഷയില്ല. ഞാൻ ഈ സാധനം പഠിക്കാൻ പോയതാണ്, പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ തട്ടിപ്പ് മനസ്സിലായിട്ട് പരീക്ഷ എഴുതുന്നതെന്ന് ഓടി രക്ഷപ്പെട്ട ആളാണ്. ഇതാണ് എൻ്റെ ഒരു ചരിത്രം. അപ്പോൾ നമുക്കറിയാം ഇതെന്താണ് ഈ ഉടായ്പ സാധനം എന്നുള്ളത്. ഇതൊക്കെയാണ് ഇതിൽ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. ഇനി ഇതിൽ ഈ ആരോഗ്യ മേഖലയിൽ 1ാമതായിരിക്കുക നമുക്കത് പറയാനും ജാള്യത, എന്നിട്ട്
ബാക്കിയുള്ള സംസ്ഥാനത്തിലുള്ള ആളുകൾ ഞങ്ങൾ സെക്കൻഡാണ്, കേരളത്തിൻ്റെ പിന്നിൽ നമ്മളുണ്ട്, കേരളം മുന്നിലുണ്ട് കേട്ടോ എന്നും കൂടി പറഞ്ഞിട്ട് അവർ ഇവിടെ ഊറ്റം കൊള്ളുന്ന കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ മലപ്പുറം കാക്കമാരോട് എനിക്ക് പ്രത്യേകിച്ചും ചോദിക്കാൻ ഉളുപ്പുണ്ടോ ചങ്ങായിമാരെ എന്നാണ്. നിങ്ങൾക്ക് എപ്പോഴാണ് നേരം വെളുക്കാമെന്നാണ്, സുബഹി ബാങ്ക് നിങ്ങൾക്ക് എപ്പോഴാണ് കൊടുക്കാമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഏതായാലും നമ്മളിവിടെ പറഞ്ഞു വെക്കുന്ന ഇത്രയേ ഉള്ളൂ. ഈ കപടശാസ്ത്രവും ഈ പാരമ്പര്യവാദവും ഇതുപോലുള്ള ഈ കീമോഫോബിയ, കെമിക്കലുകൾ കാരണമായിട്ട് ഭയക്കുക, ഇതുപോലുള്ള ഈ ഉടായ്പ പരിപാടികളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഉന്തിയും തള്ളിയൊക്കെ കൊണ്ടു നടക്കുന്ന സാധനം ഇത് ഇനിയെങ്കിലും നിർത്തി വെച്ചിട്ട് നമുക്ക് ഇവിടെ കൈവരിക്കാൻ സാധിച്ചിട്ടുള്ള ഈ ആരോഗ്യ മേഖലയിലെങ്കിലും നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ള ഉന്നതികളെ നിങ്ങൾ നശിപ്പിക്കാതിരിക്കുക. നിലനിർത്തേണ്ട പണി നാട്ടുകാർ ചെയ്യുന്നുണ്ട്, അതിന് ബോധമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഇസ്ലാം മതത്തിന് വെളിയിലുള്ള മറ്റു വിശ്വാസികളും മറ്റ് മതമില്ലാത്ത ആളുകളൊക്കെ വേറെ ബോധത്തോടു കൂടി ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ബോധക്കേട് ബാധിച്ചിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ദയവായിട്ടൊന്ന് നിർത്തണം. നിങ്ങളുടെ യന്ത്രം ഒന്ന് ഓഫാക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ, ഈ തരുണത്തിൽ നിങ്ങളോട് എനിക്ക് ഉണർത്തുവാനുള്ളത്. നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ഉണരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ അടുത്ത വശമാണ് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ജെൻഡർ സെഗ്രിഗേഷനും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറയുന്ന ഈ സിൻ, ഫിയർ ഓഫ് സിൻ എന്ന് പറയുന്നത്. ഇത് ഫെയ്ത്ത് ബേസ്ഡ് ആയിട്ടാണ് വരിക. അപ്പോൾ ഈ ആൺ പെൺ വേർതിരിക്കലും അതുപോലെ തന്നെ ഇതൊരു പാപം ചെയ്യുന്നൊരു സംഭവമായിട്ട്, ഈ പ്രസവം നടക്കുക എന്ന് പറയുന്ന ഒരു പാപം സംഭവിക്കാനിടയുള്ളൊരു മേഖലയും കൂടിയായിട്ട് മാറുന്നു എന്ന് വിചാരിക്കുക. അത് ഈ വിശ്വാസപരമായിട്ടൊരു സാധനം കൂടിയായിട്ട് വരികയാണെന്ന് വിചാരിക്കാം. അത് വളരെ കുഴപ്പം പിടിച്ചൊരു കോമ്പിനേഷനായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ വിഷയം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇസ്ലാം കടന്നു വരുന്നത് എന്നതാണ് നമ്മളിവിടുത്തെ ഒരു വിഷയം. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഒരു 5 കാരണം പറഞ്ഞു, അത് 3 ഗ്രൂപ്പാക്കിയിട്ട് നമ്മൾ പറയുമ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് എന്താണ്, ഇതിൽ രണ്ടാമത്തെ ഗ്രൂപ്പിനെ കുറിച്ച് എവിടെയും ചർച്ചയില്ല. ഹോസ്പിറ്റൽ ഡെലിവറി ഫ്രണ്ട്ലി ആക്കുക, വുമൺ ഫ്രണ്ട്ലി ആക്കുക, മദർ ഫ്രണ്ട്ലി ആക്കുക, ചൈൽഡ് ഫ്രണ്ട്ലി ആക്കുക, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സെൻറ്ററാക്കി മാറ്റുക എന്ന് പറയുന്നത് എവിടെയും ചർച്ച ചെയ്യുന്നില്ല. അതാണ് ഇതിൽ ഏറ്റവും എൻ്റെ വലിയൊരു പരാതി എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ആദ്യം പറഞ്ഞ സ്യൂഡോ സയൻസും മറ്റുള്ള സാധനം, അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ കഴിയും? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം ഗവൺമെൻറ് തന്നെ ഇവിടെ ഹോമിയോ, ആയുർവേദം, ഈ അക്യുപങ്ചർ ഞാൻ പഠിക്കാൻ പോയി എന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ പഠിക്കാൻ പോയിരുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുഷ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ കൂടെ എ എന്നുള്ളത് AYUSH ആണല്ലോ, അത് AAY ആക്കണം എന്ന് പറഞ്ഞിട്ട്. എന്താണ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുപങ്ചറും കൂടി അതിൻ്റെ കൂടെ ചേർക്കണം എന്നതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. അതിന് വേണ്ടിയിട്ട് കുറേ പണി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അതിൻ്റെ നേതാവൊന്നും ആയിരുന്നില്ല, പക്ഷേ അതിൻ്റെ ഒരു കോർ ഒരു ഏരിയ, അതിൻ്റെ ആക്ടിവിറ്റി നടന്നിരുന്ന സ്ഥാപനത്തിലായിരുന്നു ഞാനും ഉണ്ടായിരുന്നത്. കോഴിക്കോട് ഒരു കേന്ദ്രീകരിച്ചിട്ട് നീഡിൽ എന്നായിരുന്നു ആ സ്ഥാപനത്തിൻ്റെ പേര്. അവിടെ ഉണ്ടായിരുന്ന ആ സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇന്നും ഇവിടെ കറങ്ങിയടപ്പുണ്ടാവും. പലരെയും ഞാൻ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ട് ഇരിക്കുകയാണ്. എന്തായാലും അവിടെ നടന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി, അതിന് ചുക്കാൻ പിടിച്ചിരുന്ന ഒരു MBBS കാരനായിട്ടുള്ള ഒരു ഡോക്ടറും കൂടിയായിരുന്നു, ഒരു ബംഗാളിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇത് അവിടെ നടക്കുകയാണ്. അപ്പോൾ അവരുടെ ആവശ്യം ഈ ആയുഷിലേക്ക് ഈ അക്യുപങ്ചർ കൂടി എത്തിക്കുക എന്നുള്ളത്. ഭാഗ്യത്തിന് ആ സാധനം കയറിയില്ല. നിലവിലുള്ള കപടശാസ്ത്രങ്ങളൊക്കെ മതി, ഇനി പുതിയ കപടശാസ്ത്രങ്ങൾ ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വാതിൽ കൊട്ടിയടയ്ക്കുന്ന ഒരവസ്ഥയാണ് അന്നുണ്ടായത്. അതുകൊണ്ട് ഇന്നിപ്പോൾ തൽക്കാലം നമുക്ക് ഈ ആയുഷ് എന്ന് പറയുന്ന ഒരു കിളിക്കൂടും അതിനകത്ത് ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന ഉള്ള ഈ 5-8 മറ്റേ കപടശാസ്ത്ര കിളികൾ മാത്രമേ ഇതിനകത്തുള്ളൂ. പുതിയ കിളികളെ ആരും എടുത്തിട്ടില്ല. അതുകൊണ്ട് അക്യുപങ്ചർ എന്ന് പറയുന്ന സാധനം നിലവിൽ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ലാത്തൊരു സാധനമാണ്. ഒരു തരത്തിലും റെഗുലേഷൻ ഇല്ല, അതിന് അംഗീകരിച്ചിട്ടില്ല, അംഗീകൃതമായ ചികിത്സയായിട്ട് ഇവിടെ എടുത്തിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് ക്ലെയിമോ മറ്റുള്ള ഒരു സംഗതികളോ ഒന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഗവൺമെൻറ് എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം വരുന്നത്. ഗവൺമെൻറ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ കപടശാസ്ത്രത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റുകളല്ലേ ഇവിടെ ഉള്ളത്. ആയുർവേദത്തെ സപ്പോർട്ട് ചെയ്യുന്നു, ഹോമിയോപ്പതിയെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ്. അവർ വന്നിട്ട് പറയുകയാണ് ഈ ഇത്രയും കപടശാസ്ത്രം മാത്രമേ ഞങ്ങൾ എടുക്കുകയുള്ളൂ, പുതിയ കപടശാസ്ത്രം എടുക്കില്ല എന്ന് പറയുന്നതിൽ എന്ത് സാങ്കത്യമാണുള്ളത്? അപ്പോൾ കപടശാസ്ത്രത്തെ എതിർക്കുക എന്ന് പറയുമ്പോൾ അത് അക്യുപങ്ചർ മാത്രം എതിർത്താൽ പോരാ, അതെല്ലാത്തിനെയും എതിർക്കേണ്ടി വരും. അവിടെയാണ് ഇവരുടെ പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ ഇവർക്ക് അതിലെന്ത് ചെയ്യാൻ കഴിയും? ഇതാണ് നമ്മളവിടെ ചോദിക്കുന്നത്. ചെയ്യാൻ കഴിയുന്നതിൽ പരിമിതികളുണ്ട് ഗവൺമെൻറ്റുകൾക്ക്. അതുകൊണ്ടാണ് ഇത്തരം സംഗതികൾ, ഇത്തരം ഈ സംഘങ്ങൾ ഇവിടെ വളരുന്നത് എന്നും കൂടിയാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ഈ 2 വശവും കഴിഞ്ഞ് അടുത്തയിലേക്ക് വരുമ്പോഴാണ് ഈ പറയുന്ന സെഗ്രിഗേഷൻ, ഈ റിലീജിയൻ ഇതിനകത്തേക്ക് കടന്നു വരുന്നത്. ഇവിടെയാണ് ഈ മുസ്ലിങ്ങൾ ഇതിനകത്ത് യുണീക്കാവുന്നത്, ഇസ്ലാം ഇവിടെ യുണീക്കാവുന്നത്, മലപ്പുറം ഇവിടെ യുണീക്കാവുന്നത്. മലപ്പുറം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ള സ്ഥലമാണ്. അവിടെ മുസ്ലിങ്ങൾ പോപ്പുലേഷൻ കൂടുതലുള്ളപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള വ്യാപകമായിട്ടുള്ള ചില ധാരണകൾ അതിവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ജെൻഡർ സെഗ്രിഗേഷൻ. ജെൻഡർ സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്തെ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആണ് പെണ്ണ് ഒരുമിച്ച് കാണുക, ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഇടിഞ്ഞു വീഴുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ നമ്മളുടെ അബ്ദുള്ള ബാസിൽ മുതലാളി, ആനമയിലൊട്ടക മുതലാളി, അവർ നടത്തിയ ഒരു ക്ലാസ്സിൻ്റെ ചിത്രം മുമ്പ് നമ്മളിവിടെ ഇട്ടിട്ടുള്ളതാണ്. അത് കണ്ടു, ആണ് പെണ്ണ് വേർതിരിച്ചിട്ടാണ് കാര്യങ്ങൾ ഇരുത്തുക. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ ഇത് അങ്ങ് താലിബാനിൽ നടക്കുന്ന കാര്യമാണെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പറയും. താലിബാൻ മാത്രമല്ല, നമ്മളുടെ ബാസിൽ മുതലാളിയും ചെയ്യുന്നത് ഇതേ സാധനം തന്നെയാണ്. അപ്പോൾ താലിബാൻ ചെയ്യുമ്പോൾ എതിർക്കുന്ന സാധനങ്ങൾ ഇവിടെ ബാസിൽ ചെയ്യുമ്പോൾ അത് ഓക്കെ ആകുന്നത് എങ്ങനെയാണ്?
അപ്പോൾ ബാസിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ താലിബാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആകണം. അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങൾ എതിർക്കുമ്പോൾ ഒന്നെങ്കിൽ രണ്ടിനെ എതിർക്കുക, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ രണ്ടിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ കാണുന്നത് ബാസിൽ ചെയ്യുന്നത് ഓക്കെയും താലിബാൻ ചെയ്യുന്നത് ഓക്കെ അല്ലാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അത് പറ്റില്ല, രണ്ടും പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ സെഗ്രിഗേഷൻ അത് വന്ന് ഇസ്ലാമിൻ്റെ ഒരു തനതായ ഒരു സംഭവമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ ആദ്യം ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണെന്ന് മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ ഒരു സാധനം, ഈ ഒരു വലിയ ചർച്ചയിലേക്ക് കൊണ്ടെത്തിയൊരു സംഗതിന് നമ്മളുടെ വിമല നിഖിൽ, അങ്ങനെ തന്നെയല്ലേ പേര്? അതെ, അല്ല, നിഖില വിമൽ പണ്ട് പറഞ്ഞൊരു കാര്യം, കണ്ണൂരിലെ മുസ്ലിം വിഭാഗങ്ങളിൽ സ്ത്രീകൾ അടുക്കള ഭാഗത്തിരുന്നാണ് കഴിക്കുന്നത്, ഇപ്പോഴും മാറ്റമില്ല എന്ന് പറഞ്ഞപ്പോൾ വലിയ വിഷയമായി ഇവിടെ. അത് അങ്ങനെ പറഞ്ഞ് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ വിശ്വവിഖ്യാതമായ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കടന്നു വന്നത് നമ്മളുടെ ഫാത്തിമ തഹ്ലിയായിരുന്നു. ഞങ്ങൾ അടുക്കള ഭാഗത്തിരുന്ന് കഴിച്ചാലും എന്താ കുഴപ്പം, ഞങ്ങൾ കഴിക്കുന്നത് ബിരിയാണി തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളുടെ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആളുകളും വന്നു കേട്ടോ. അവർ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് കുഴി കുത്തിയിട്ടാണ് കഞ്ഞി വിളമ്പുന്നത്, എന്നാലും എന്താ കുഴപ്പം, ഞങ്ങളും കുടിക്കുന്നത് കഞ്ഞി തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് അവരും വന്നു. അപ്പോൾ ഇത് ഈ ഒരു സംഗതിയിൽ ഈ സെഗ്രിഗേഷൻ്റെ പ്രശ്നം അവർക്ക് മനസ്സിലാവുന്നില്ല. അതാണ് അന്ന് നമുക്ക് മനസ്സിലായത്. അപ്പം നിഖില പറഞ്ഞതിനെ വിമർശിക്കുകയും അതെന്തോ ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോവുകയും ചെയ്തതിൻ്റെ ഇടയിൽ ചില ആശ്വാസമായിട്ട് ചില ആളുകൾ, ജംഷീദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു നിഖില പറഞ്ഞത് 100% ശരിയാണ്, വസ്തുതയാണ്, ഇഷ്ടമില്ലാത്തത് പറയുന്നവരെ ലിഞ്ചിങ് ചെയ്ത് നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നത് സംഘിസമാണെന്ന് പറഞ്ഞിട്ട് അവിടെ പുള്ളിയുടെ നില ഭദ്രമാക്കിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും സംഘീയ രണ്ടെണ്ണം പറഞ്ഞാൽ നമുക്ക് ഇസ്ലാമിനെ എന്തും പറയാം എന്നുള്ളൊരു ധൈര്യം നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുകയാണ്, ആളുകൾ ഉപയോഗിക്കട്ടെ എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പറയുന്നു. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കാണ് ഞാൻ പറഞ്ഞു ഈ പാപം എന്ന് പറയുന്നൊരു സാധനം. ഇതിനകത്തൊരു സിൻ കടന്നു വരുന്നു, ഇതിനകത്തൊരു തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സംഗതിയായിട്ട് വരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മളെ സിംസാറുൽ ഹക്ക് ഹുദവി ഇവിടെ വരുന്നുണ്ട്. ഭർത്താക്കന്മാര് ശരിക്കും മനസ്സിലാക്കണം, നിങ്ങളുടെ ഭാര്യയെ ചികിത്സിക്കാൻ കൊണ്ടുപോകുമ്പോ, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പോകുമ്പോ ആരെയാ ഡോക്ടർ സ്വീകരിക്കേണ്ടത്? മുസ്ലിമത്തായ ഒരു പെണ്ണല്ലേ നിങ്ങളുടെ ഭാര്യ. നിങ്ങളുടെ ഭാര്യയെ ചികിത്സിക്കേണ്ടത് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് മുസ്ലിമത്തായ ഒരു ഫീമെയിൽ ഡോക്ടർ ഉണ്ടോ എന്നാണ്. ഒരു പെണ്ണ് ഡോക്ടർ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് ചികിത്സിക്കാൻ. ഫീമെയിൽ ഡോക്ടർ ഉണ്ടോ, പെണ്ണ് ഡോക്ടർ ഉണ്ടോ, മുസ്ലിമത്തായവൾ. അങ്ങനത്തെ ഒരു ഡോക്ടറും ഒരു ഹോസ്പിറ്റലിലും കിട്ടണില്ല നമുക്ക് ആക്സസിബിൾ ആയിട്ട്. എങ്കിൽ മുസ്ലിം അല്ലാത്ത ഒരു പെണ്ണ് ഡോക്ടർ, ലേഡി ഡോക്ടർ ആവണം. അടുത്ത ചോയ്സ് അതാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രസവമായി തുടങ്ങി, ഗൈനക്കോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഔറത്ത് കാണുന്നവരാണ്. പുരുഷന്മാരൊക്കെ പെണ്ണുങ്ങളുടെ ഔറത്ത് കണ്ടാൽ എന്താണ് അവസ്ഥ? പുരുഷന്മാർ ഇറങ്ങി നിന്ന് കൊടുക്കാണ് മെയിൽ ഡോക്ടർക്ക്. പുരുഷനായ മുസ്ലിമോ അമുസ്ലിമോ ആയ ഡോക്ടർക്ക് പെണ്ണിന്റെ ഔറത്ത് പരിശോധിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കാണ് പുരുഷനായ ഭർത്താവ്. ഹറാമല്ലേ നമ്മളാ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റമുണ്ട്. പെണ്ണുങ്ങളെ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾക്ക് പ്രസവ സംബന്ധമായോ അല്ലാതെയോ പ്രസവത്തിന് പ്രത്യേകിച്ചും ഗൈനക്കോളജിസ്റ്റുകളെ കാണുന്നുണ്ടെങ്കിൽ മുസ്ലിമത്തായ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിക്കോളൂ. ഒരൽപ്പം അങ്ങ് കോട്ടക്കലിലേക്കോ ചെമ്മാട്ടേക്കോ യാത്ര ചെയ്താൽ പോലും നിങ്ങൾക്ക് അതാണ് ഖൈർ. ഒന്ന് ദൂരെ പോയാലും അതാണ് ഖൈർ. അത് കിട്ടാനില്ല എങ്കിൽ നിങ്ങൾ മുസ്ലിമത്തല്ലാത്ത ഒരു പെണ്ണ് ഡോക്ടർ ഉണ്ടോ നോക്കണം. ഭർത്താക്കന്മാരിത് ശ്രദ്ധിക്കണം. പെണ്ണ് ഡോക്ടറെയും കിട്ടുന്നില്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് മുസ്ലിമായ ഒരു പുരുഷൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു പുരുഷ ഡോക്ടർ. പെണ്ണുങ്ങൾ കിട്ടാനില്ല, മുസ്ലിമത്തായ പെണ്ണിനെ കിട്ടാനില്ല. പെൺ ഡോക്ടർ, മുസ്ലിമല്ലാത്ത പെൺ ഡോക്ടറെയും കിട്ടുന്നില്ല. പിന്നെയാണ് മുസ്ലിമായ ഒരു ആൺ ഡോക്ടർ, അയാളെയും കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് മുസ്ലിമല്ലാത്തൊരു അമുസ്ലിം ഡോക്ടറെ ഈ പെണ്ണിനെ ചികിത്സിക്കാൻ പറ്റൂ. ഇതാണ് ശർഇന്റെ നിയമം. നമ്മൾ മനസ്സിലാക്കാറുണ്ടോ ഇത്? ഡോക്ടർ റൂമിലേക്ക് ആക്കിയിട്ട് ഇവൻ പുറത്ത് വെയിറ്റ് ചെയ്യാൻ. അന്യപുരുഷന്റെ മുമ്പിൽ അന്യപുരുഷനാണ് അയാൾ, അല്ലേ? ഡോക്ടർ അന്യപുരുഷനല്ലേ? അപ്പോൾ ഇതിലെന്താ നമ്മൾ കണ്ടത്? ആദ്യം നിങ്ങളെ തപ്പേണ്ടത് മുസ്ലിമായ ഗൈനക്കോളജിസ്റ്റ് സ്ത്രീ. അവരില്ലാന്നുണ്ടെങ്കിൽ അമുസ്ലിമായ ഗൈനക്കോളജിസ്റ്റ് സ്ത്രീ ആയിട്ടുള്ള ആൾ. അതും ഇല്ലാന്നുണ്ടെങ്കിൽ മുസ്ലിമായ ഗൈനക്കോളജിസ്റ്റ് പുരുഷൻ. അതും ഇല്ലെങ്കിൽ മാത്രം അപ്പോഴും ഈ അമുസ്ലിമായ ഗൈനക്കോളജിസ്റ്റ് പുരുഷൻ അവിടെ വരുന്നില്ല, സീനിലേക്ക് വരുന്നില്ല. ഇനി പറഞ്ഞോന്ന് എനിക്കറിയില്ല. എന്തായാലും അത് ലാസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു എന്താ പറയുക, ഒരു എല്ലാത്തിലും അവാർഡ് കൊടുക്കണം, നമ്മളുടെ വക ഒരു അവാർഡ്. അപ്പം ഇങ്ങനെ ഈ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ പോലും നടത്തി വെച്ചിട്ട് ഇത് പറഞ്ഞു വെക്കുമ്പോൾ ഇതിലെന്താ ഇതിൻ്റെ കോർ ഇഷ്യൂ എന്താണ്? ഈ പറയുന്ന സെഗ്രിഗേഷനും ഈ പറയുന്ന ഒരു സിൻ കടന്നു വരാനുള്ള സാധ്യത. അതായത് ഔറത്തിലേക്ക്, സ്ത്രീയുടെ ഔറത്തിലേക്ക് പുരുഷൻ നോക്കിയാൽ ആകെ പ്രശ്നമാണ്. ഇതാണ് പ്രശ്നം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഈ പോസ്റ്റിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ ഈ ഉസ്താദിനെയൊക്കെ വെല്ലുവിളിക്കുകയാണ്. ഇതുപോലുള്ളൊരു സ്ഥലത്ത് പോയി ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ട് നിന്ന് ആ ഒരു മനോഭാവം
ഞാൻ എൻ്റെ മാത്രം ഒരു ഇതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവത്തിൻ്റെ പേരിലോ പറയല്ല. നിങ്ങളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളുടെ ആരെടുത്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിക്കാം. നിങ്ങൾ ഈ പോസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ ഡെലിവറി ആ ഒരു ലേബർ റൂമിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ഒരു പുരുഷനായിരിക്കെ നിങ്ങൾക്ക് ആ എന്താണ് ലേബർ അതിൻ്റെ ആ ഒരു ടേബിളിൽ കിടക്കുന്ന സ്ത്രീയെ കണ്ടിട്ട് നിങ്ങൾക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊരു സർവേ നടത്തുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്കത് തോന്നില്ല എന്ന് മാത്രമല്ല, ജന്മം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പരിപാടിയോടെ നിങ്ങൾക്ക് വെറുപ്പാവും. ഇതാണ് അതിൽ സംഭവിക്കുന്നത്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം അവിടുത്തെ ആ ഒരു ഹൊറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെ നടക്കുന്നുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഈ ഭർത്താക്കന്മാരായിട്ടുള്ള ആളുകൾ ഈ ഡെലിവറി ടൈമിൽ ഈ സ്ത്രീയോടൊപ്പം ഉണ്ടാകും, അതായത് പുരുഷനോടൊപ്പം ഭാര്യയോടൊപ്പം ഉണ്ടാകുന്നതാണ് എന്നുണ്ടെങ്കിൽ ഇതെന്താണ് ഈ സാധനം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ അവർക്കുണ്ടാവും. ഇത് ഈ ധാരണയില്ലാത്തതിൻ്റെ പുറത്താണ് ഇതുപോലുള്ള വിടുവായ്ത്തരൊക്കെ വിളിച്ചു പോകുന്നത്. ഈ ഔറത്ത് എന്നുള്ള ചിന്തയും ഈ സാധനമായിട്ട് നടക്കുന്നതിൻ്റെ ഒരു കാര്യം ഇതാണ്. അപ്പോൾ ഇത് പറഞ്ഞു വെച്ച് കഴിയുമ്പോൾ ഈ പ്രസംഗം കേട്ടിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രസവിക്കാൻ പോകുമ്പോൾ ഈ പ്രസംഗം കടന്നു വരികയും അങ്ങനെ ഈ പ്രസവത്തിൻ്റെ ഇടയിൽ ഈ പ്രസംഗം കയറി ഉണ്ടാക്കുന്ന ഈ കുഴപ്പം, അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു മണിപ്രവാള പ്രഹസനമാണ് സത്യത്തിൽ ഈ പറയുന്ന ഈ ഒരു അവാർഡ് ദാന ചടങ്ങെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ ആദ്യം നിരോധിക്കേണ്ടത് അല്ലെങ്കിൽ ഇവിടെ കൈകാര്യം ചെയ്യേണ്ടതാണ് ഇതുപോലുള്ള പ്രസംഗങ്ങൾ നടത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെയാണ്. ഇവിടെ വിശ്വാസമാണ് ഇതിൻ്റെ പ്രശ്നം. ഇതിനെ അഡ്രസ്സ് ചെയ്യൽ എളുപ്പമല്ല. കാരണം ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഇൻഡാസ് ഇങ്ങോട്ട് വെച്ച് തരും. പിന്നെ നിങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കുഴപ്പം. അവിടെ ഇതിനെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. ഇവിടെയാണ് ഈ മുസ്ലിങ്ങൾ ഇതിനകത്ത് യൂണീക്ക് ആവുന്നത്. ഇസ്ലാം ഇവിടെ ഒരു യൂണീക്ക് പ്രോബ്ലമായിട്ട് മാറുന്നത്, മലപ്പുറം ഇവിടെ ഒരു യൂണീക്ക് പ്രോബ്ലമായിട്ട് മാറുന്നതും ഇങ്ങനെയാണ്. ഇത് നമ്മൾ പറയണ്ടേ? ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാമെന്നാണ് ഞാൻ ചോദിക്കുക. അപ്പോൾ ഇവിടെ ഈ ജെൻഡർ സെഗ്രിഗേഷൻ ആയാലും ഈ ഫിയർ ഓഫ് സിൻ എന്ന് പറയുന്ന ഈ പാപം വരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് ഇതിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ഈ വിഷയം ഒരു വലിയ കീറാമുണ്ടിയായിട്ട് മാറുന്നു എന്നത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ വിഷയത്തിൻ്റെ ഒരു ആകത്തുക ഞാൻ ഒന്നും കൂടി ഒന്ന് ചുരുക്കി അവസാനമായിട്ടൊന്ന് പറഞ്ഞു വെക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് പ്രചരിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇൻ എ നട്ട്ഷെൽ ഇതാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. 6 എന്ന് പറയുന്ന നമ്പർ അവിടെ ഉണ്ട്, മിസ്സായി പോയതാണ്, കാര്യമാക്കണ്ട. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്യൂഡോ സയൻസ് ആൻഡ് അപ്പീൽ ടു ട്രഡീഷൻ, അതായത് ഉമ്മൂമ ഇങ്ങനെയൊക്കെ പ്രസവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഞങ്ങളുടെ പാരമ്പര്യം ഇങ്ങനെയാണെന്ന് പറയുന്നത്, ഇതിനെ നമുക്ക് സയൻസ് അവയർനെസ് കൊണ്ട് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. അങ്ങനെ സാധിച്ചിട്ടാണ് കേരളം 1-ാം നമ്പർ ആയത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി 2, കീമോഫോബിയ എന്ന് പറയുന്നൊരു വിഷയം, കെമിക്കലുകളോടുള്ള ഭയം, അതുപോലുള്ള ഈ അന്ധവിശ്വാസം, ഇതുപോലുള്ള സാധനങ്ങൾ, ഇത് നമുക്ക് സയൻസ് അവയർനെസ് കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെയാണ് കേരളം നമ്പർ 1 ആയത്. ഇന്ന് എത്ര ആളുകൾക്ക് ഈ പറയുന്ന ഈ സൈഡ് എഫക്റ്റിനെ ഭയന്നിട്ട് കേരളത്തിലെ മലയാളികളായിട്ടുള്ള ആളുകൾ മരുന്ന് കഴിക്കാതിരിക്കുന്നുണ്ട്? ഒരാളുമില്ല. വളരെ ചുരുക്കം ചില ആളുകൾ, മണ്ടന്മാർ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഒരു ധാരണ ABCD അറിയാത്തതുകൊണ്ടാണ്. അവർക്ക് അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഹോമിയോ ഒക്കെ ഉപേക്ഷിച്ച് വീണ്ടും തിരിച്ച് ആധുനിക വൈദ്യം കഴിച്ച് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കണ്ടെത്തുന്ന ആളുകളെ നമുക്കിന്ന് ഇഷ്ടം പോലെ കാണാൻ കഴിയുന്നു. നമ്മളോടൊക്കെ നന്ദി പറയുന്ന ആളുകൾ ഇൻബോക്സിൽ വരുന്നു. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് സയൻസ് അവയർനെസ്സിലൂടെ നമുക്കിത് പരിഹരിക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലെ 3-ാമത്തെ ആസ്പെക്റ്റാണ് ഞാൻ പറഞ്ഞത്, ഈ ഇമോഷണൽ ആ ഒരു ആസ്പെക്ട്സ് ഓഫ് ഡെലിവറി, പ്രഗ്നൻസി, മദർഹുഡ് ആൻഡ് ഓൾ. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ആ പ്രഗ്നൻസി ഫ്രണ്ട്ലി ആക്കുക എന്നുള്ളതാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ ലോകത്തുണ്ട്. അവിടെ അതിൻ്റെ മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് വലിയ തോതിൽ കേരളത്തിൽ, ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടും കൂടിയാണ് കേരളത്തിൽ അത് മാറ്റം ഉണ്ടായതും കേരളം നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതും പരിഹരിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇനിയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. ബട്ട് ഇസ്ലാം അവിടെ കൊണ്ടുവെക്കുന്ന ഈ ജെൻഡർ സെഗ്രിഗേഷനും അതുപോലെ ഈ ഫിയർ ഓഫ് സിനും അത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇസ്ലാം ഒരു വലിയ പ്രശ്നമായിട്ട് മാറുകയും മുസ്ലിങ്ങൾ അവിടെ യൂണീക്കായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ട് പക്ഷേ മറ്റു മതങ്ങൾ അവിടെ വരുന്നില്ല? അതുകൂടി നമ്മളവിടെ പറയേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ ഈ ഒരു ഭാഗം കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടി വരിക. അതായത് നിങ്ങൾ 2 മതവിഭാഗങ്ങൾ എടുക്കുക. അതായത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതവിഭാഗം, ഇസ്ലാം അല്ലാതെയുള്ള മതങ്ങളെ ഒരുമിച്ചാക്കിക്കൊണ്ട് മറ്റൊരു വിഭാഗവും ഒറ്റ വിഭാഗമാക്കി മാറ്റാം. അപ്പോൾ അവിടെ ഒരു വ്യത്യാസമുണ്ട്. അതായത് ഇസ്ലാം അല്ലാതെയുള്ളൊരു മതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ്ട്രാ റിലീജിയസ് ആയിട്ടുള്ള കാരണങ്ങളുണ്ടാവും. അതായത് ഈ അന്ധവിശ്വാസങ്ങൾ, മീൻസ് ഈ കപടശാസ്ത്രവുമായി കണക്ട് ചെയ്തിട്ടുള്ള ധാരണകൾ, അബദ്ധധാരണകൾ, അതുപോലെയുള്ള മറ്റു പല വിഷയങ്ങൾ, ഇതിനെയൊക്കെ നിങ്ങൾ ഇങ്ങനെ കൊണ്ടു നടക്കും. അശാസ്ത്രീയമായ സാധനങ്ങളൊക്കെ കൊണ്ടു നടക്കും, കീമോഫോബിയൊക്കെ കൊണ്ടു നടക്കും. എന്നിട്ട് അതിനെ നിങ്ങൾ ഒന്ന് സാധൂകരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ നിങ്ങൾക്ക് ഒന്ന് റീസൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും?
കുറച്ച് വിശ്വാസം കൂടി ചേർക്കും. അപ്പോൾ വിശ്വാസം കൂടി ചേർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു സമാധാനം കിട്ടും. അതിനകത്തൊരു ഒരു സനാതന ധർമ്മത്തിൻ്റെ ഒരു പൂർത്തീകരണമായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും എന്നിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിലേക്കൊക്കെ നിങ്ങൾക്ക് വരാം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അവരപ്പോഴും അത് ചെയ്യുമ്പോൾ ബാക്കിയുള്ള വിശ്വാസികൾ ഇനി എന്ത് മണ്ടത്തരമാണ് കാണിക്കണേ എന്ന് ചോദിക്കാൻ കുറേ വിശ്വാസികൾ വേറെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവരെ നമ്മൾ എന്ത് വിളിക്കും, ഇവനെ ചാണക സംഗീതമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പേരിട്ടൊക്കെ വിളിക്കുന്നതൊക്കെ നമ്മൾ കാണും. അപ്പോൾ അവനും എന്ത് ചെയ്യും, അവനും മെല്ലെ ഒളിഞ്ഞും പാത്തൊക്കെ പോകും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്, മറ്റ് വിശ്വാസക്കൂട്ടങ്ങളുടെ ഇടയിൽ ഇതുപോലെയുള്ള അശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ കൂട്ടുപിടിക്കുന്ന ആളുകളുണ്ട്. അതിനെ സാധൂകരിക്കാൻ വേണ്ടി അവർ വിശ്വാസത്തിലെ ചില എലമെൻറ്റ് ചിലപ്പോൾ പെറുക്കിയെടുക്കും, എന്നിട്ട് അതൊക്കെ കൊണ്ടിങ്ങനെ നടക്കും. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ കളിയാക്കുമ്പോൾ അവർ മെല്ലെ ഒളിച്ചും പാത്തൊക്കെ ഇത് നടക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യും. എന്നിട്ട് വല്ല കുഴപ്പത്തിലൊക്കെ പോയി ചാടും. അപ്പോൾ നാട്ടുകാർ കളിയാക്കും. അപ്പോൾ അങ്ങനെ അതായത് അവിടെ ഒരു സെൽഫ് കറക്റ്റിംഗ് മെക്കാനിസം അവിടെ വർക്ക് ചെയ്യുകയും അതിനകത്ത് ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്ന ആളുകളെ ഫണ്ടമെൻ്റലിസ്റ്റ്, അവനൊരു തീവ്രവാദിയാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ എളുപ്പമാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ മറ്റു മതവിഭാഗങ്ങളിലുണ്ട്. ഇതാണ് മറ്റു മതവിഭാഗങ്ങളിൽ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ കാര്യം വ്യത്യാസമാണ്. അവിടെ എന്താ വ്യത്യാസം? ഇവിടെ ആളുകൾ കൊണ്ടു നടക്കുന്നത് ഈ റിലീജിയസ് ഫാക്ടേഴ്സാണ് കൊണ്ടു നടക്കുന്നത്. ഈ സെഗ്രിഗേഷൻ, ആണ് പെണ്ണിനെ കാണാൻ പാടില്ല, അവിടെ മറ വേണം, പെണ്ണ് എങ്ങാനും ആണിനെ കണ്ടുപോയാൽ അല്ലെങ്കിൽ എങ്ങാനും പെണ്ണിനെ കണ്ടുപോയാൽ, ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ഫത്വകളൊക്കെ, വീഡിയോ കല്യാണത്തിന് നിങ്ങൾ ഷൂട്ട് നടത്തുന്ന സമയത്ത് ഫോട്ടോഗ്രാഫർ പെണ്ണാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ടുള്ള സാധനങ്ങൾ. എന്തിനാണ് ഈ ചോദിക്കണമെന്നാണ് നമ്മൾ ആലോചിച്ച് പോവുക. പോട്ടെ, ഫോട്ടോ എടുക്കണതേ ഹറാം, അപ്പോഴാണ് ഫോട്ടോഗ്രാഫർ ആണായാലോ പെണ്ണായാലോ എന്നുള്ളതൊക്കെ ചോദിക്കണത്. ഇതാണ് കഥ. പോട്ടെ, ഇതാണ്, വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ കോൺസ്റ്റൻ്റ്ലി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മതബോധത്തിലാണ്. ഈ മതബോധത്തിൽ ജീവിക്കും. ഇത് നാട്ടുകാർ ചോദ്യം ചെയ്യുമ്പോൾ അപ്പം എൻ്റെ വിശ്വാസമാണോ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് അശാസ്ത്രീയമായ സാധനങ്ങളെയും കപടശാസ്ത്രങ്ങളെയും അതിനെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് ഞങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇതിനകത്ത് പോപ്പുലേഷൻ കൺട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് കീമോഫോബിയ ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഇതിനെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവരുടെ യഥാർത്ഥ പ്രശ്നം മതമാണ്. ഈ മതത്തെ അവിടെ പൊതിയാൻ വേണ്ടിയിട്ട് അവർ ഈ കപടശാസ്ത്രത്തെ ഉപയോഗിക്കുന്നു, അതുപോലെ മറ്റ് ഇമോഷണൽ സംഗതികൾ ഉപയോഗിക്കുന്നു, അതുപോലെയുള്ള മറ്റ് പല സാധനങ്ങളെ കൊണ്ടുവന്ന് പൊതിയും. അപ്പോൾ നമ്മൾ അതാണല്ലേ പ്രശ്നം, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇവിടെ പ്രശ്നം എന്താണ്? ഈ സെൽഫ് കറക്റ്റിംഗ് മെക്കാനിസം അവിടെ ഇല്ല. കാരണം ഇത് കൂടുതൽ ആളുകൾ ഇത് ചെയ്യുന്ന ആളുകളായിട്ട് മാറുകയും ഇത് ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കുന്ന ആളുകളായിട്ട് നിലനിൽക്കുകയോ ചെയ്യുമ്പോൾ, ഇത് ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ വളരെ കുറവാകുമ്പോൾ ഇവിടെ ഫണ്ടമെൻ്റലിസ്റ്റ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പം നമ്മളിപ്പോൾ ഈ പറയുന്ന വിഷയം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ പോയി പറഞ്ഞ് ചിലപ്പോൾ ഉമ്മ പോലും പറയുമ്പോൾ സംസാരിച്ച് കഴിയുമ്പോൾ ഉമ്മ എന്നെ വീട്ടിലാണ് പെറ്റിട്ടതെന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിച്ചു പോകും. ഉമ്മ ചിലപ്പോൾ പറഞ്ഞു കളഞ്ഞു വരും, ഇതൊക്കെ അറിഞ്ഞത് ഞാനും നിന്നെ വീട്ടിൽ പെറ്റിട്ടേനെ എന്ന് വരെ ചിലപ്പോൾ പറഞ്ഞു കളയും. ഇതാണ് ഉണ്ടാവാൻ പോണത്. കാരണം ഇതാണ് ഈ വിശ്വാസം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു തകരാറ് എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ സംഭവിക്കുക. ഇത് സംഭവിക്കുന്ന കാര്യമാണെന്നാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോഴും അവർ പറയും, അല്ലെങ്കിൽ ഈ ഉമ്മുമ്മമാരുടെ വിഷയമെങ്കിലും എടുത്തിട്ട് അത് പറയും. ഇതാണ് ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം. അപ്പോൾ പറഞ്ഞു വന്നത് ഈ സെൽഫ് കറക്റ്റിംഗ് മെക്കാനിസവും അതുപോലെ ഈ ഫണ്ടമെൻ്റലിസ്റ്റ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തൊരവസ്ഥയും യുണീക്കായിട്ട് നിലനിൽക്കുന്നത് അത് ഈ പറയുന്ന ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇടയിലാണ് എന്ന് വരുന്നിടത്താണ് ഈ പ്രശ്നം ഒരു വലിയ പ്രശ്നമായിട്ട് മാറും. ഈ 3 ഭാഗങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അതായത് അശാസ്ത്രീയത, കപടശാസ്ത്രം, കീമോഫോബിയ ഒരു വശത്ത്, 2 ഈ ഹോസ്പിറ്റൽ ആ ഒരു പ്രഗ്നൻസി ഫ്രണ്ട്ലി അല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ, ഇമോഷണൽ കണക്റ്റ് കൊടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നം, 3 ഈ വിശ്വാസപരമായിട്ടുള്ള കാര്യം. ഇത് 3 കൂടി ചേരുമ്പോൾ ഇതൊരു യുണീക്കായിട്ടുള്ള കോമ്പിനേഷനായിട്ട് മാറുകയും അവിടെ മുസ്ലിങ്ങൾ ഇതിൻ്റെ വക്താക്കളായിട്ട് മാറുകയും ചെയ്യുമ്പോൾ മലപ്പുറം ഇതിനകത്ത് ഒരു പിടിവള്ളിയായിട്ട് വരികയും ഇതിന്ന് നാട്ടുകാർ മുഴുവൻ എടുത്ത് പഞ്ഞിക്കിടുന്നൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ അവാർഡ് ദണ്ഡികൾ അവിടെ അവാർഡ് വാങ്ങാൻ രക്ഷിതാക്കളെ പറഞ്ഞയക്കേണ്ട അവസ്ഥയും കൂടി വരുമ്പോൾ ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് നമുക്ക് ഇന്നിവിടെ ചർച്ച ചെയ്യാനുണ്ടായത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഈ പറയുന്ന വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കാരണം അറിയിക്കുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചില തെറ്റിദ്ധാരണകളും അബദ്ധധാരണകളൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകളെ പരിചയമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വിശദമായിട്ട് പറയും. നമ്മൾ ആരെയും ഒന്നും വ്യക്തിപരമായിട്ടൊന്നും ഇതിനകത്തൊന്നും വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ല. ഹാർഡ് ഫാക്ട്സ് ഇതേ നമ്മൾ പറയുന്നുള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കാന്നുള്ളത്. ഇതിൽ നമ്മൾ പറയാതെ നമുക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് കാര്യങ്ങൾ ഇതുപോലെ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അതിനുള്ള ആഫിയത്തും ആരോഗ്യവും ഡിങ്കൻ നമുക്ക് നൽകുമാറാകട്ടെ. എൻ്റെ ഈ പറയുന്ന ചെസ്റ്റ് ഇൻഫെക്ഷനും അതോടൊപ്പം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പപ്പുഴുക്ക് നേർന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും ഓരോ കപ്പപ്പുഴുക്ക് നേരാം നമ്മളെ ഡിങ്ക ഭഗവാന് വേണ്ടിയിട്ട്. എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ അത് മാറുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും ബാക്കി നമുക്ക് അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. നാളെ നമുക്ക് ചർച്ച ചെയ്യാം. വഖഫും പിന്നെ നമ്മൾ ഹമാസിൻ്റെ കുറേ സാധനങ്ങൾ പെൻഡിങ് ആണ്. പല കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു. ഇന്നിപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞ് നമ്മളിവിടെ നിർത്തുകയാണ്. ബാക്കി അടുത്ത ദിവസം നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.